നാമജപത്തിന് പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുള്ള സമർപ്പണങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ മഹാദേവന്റെ ഏതെങ്കിലും ഒരു ധ്യാനം നമുക്ക് വേണമെങ്കിൽ സമർപ്പിക്കാം. ഇതോടെ ഏറ്റവും കൂടുതൽ വിശേഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കലശക്കാലത്ത് ഇപ്പൊ ഈ ഒരു പ്രഭാഷണം കൊണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെയാണ് പ്രഭാഷണം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കുറെ കഥ പറഞ്ഞു പോവുക എന്നുള്ളതല്ല. വലിയ ചെലവൊന്നും വരില്ല. 108 ശിവാലയ സ്തോത്രം ഈ പ്രഭാഷണം കേട്ട ആരെങ്കിലും ഈ കലശം കഴിയുന്നതിന് മുമ്പ് അതൊരു ഫ്ലെക്സ് ആക്കിയോ എങ്ങനെ വെച്ചാൽ ഈ ക്ഷേത്രത്തിൽ അത് നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എത്രയോ ആളുകൾക്ക് അത് വന്ന് ചൊല്ലാനുള്ളൊരു അവസരമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. വ്യാസന് ചെയ്തുകൂടെ എന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും ഞാനും അത് ചെയ്യുന്ന ആളാരാണോ അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്താൽ എൻ്റെ ഒരു കോൺട്രിബ്യൂഷനോടെ ഞാൻ കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വില്ലിംഗ് ആയി മുന്നോട്ട് വരുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇവിടെ ചൊല്ലുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്, ചൊല്ലാത്ത ആളുകളുണ്ട്. കുറെ കുട്ടികൾ വന്ന് സംസാരിച്ചു. അവർക്കൊക്കെ 108 ശിവക്ഷേത്രങ്ങൾ ഏതാണെന്ന് പോയിട്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങൾ പോലും പല ആളുകൾക്കും അറിയാത്ത കാലമാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഭഗവാന്റെ ഈ 108 ശിവാലയ സ്തോത്രം നമുക്കൊന്ന് ചൊല്ലാം. ഇതിൽ ഇപ്പോഴത്തെ കണക്കിൽ പറയുന്നത് 105 ക്ഷേത്രങ്ങളാണ് ഇതിൽ കേരളത്തിലുള്ളത്. 2 കർണാടകത്തിലും 1 തമിഴ്നാട്ടിലുമാണ്. ഇപ്പോഴത്തെ കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഈ കാലം സ്തോത്രം എഴുതുന്ന സമയത്ത് ഈ 108 കേരളം എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്തായിരുന്നു. ഈ ഗോകർണം തൊട്ട് കന്യാകുമാരി വരെ നിലനിൽക്കുന്ന സ്ഥലമായിരുന്നു കേരളം. ഇന്നാണ് നമ്മൾ അതിനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം എന്ന് ചുരുക്കി കാണുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പരശുരാമൻ വീണ്ടെടുത്തു എന്ന് പറയുന്ന ഭൂമി ഗോകർണം തൊട്ട് കന്യാകുമാരി വരെയാണ്. അത്രയും ഭാഗങ്ങളിലുള്ള 108 ശിവക്ഷേത്രങ്ങളെ കുറിച്ചാണ് ഈ സ്തോത്രം ഉള്ളത്. ഞാനിത് ആദ്യമായിട്ടാണ് ചൊല്ലുന്നത്, അപ്പൊ അതിലൊരുപാട് തെറ്റുകൾ ഉണ്ടാവും, ക്ഷമിക്കാം. ശ്രീമദ് ദക്ഷിണ കൈലാസം ശ്രീപേരൂര് രവീശ്വരം ശുചീന്ദ്രം ചൊവ്വരം മാത്തൂർ തൃപ്പങ്ങോട്ടധമുണ്ടയൂർ ശ്രീ മാന്ധാംകുന്ന് ചൊവ്വല്ലൂർ പാണഞ്ചേരി കൊരട്ടിയും പൊരണ്ടക്കാട്ടവങ്ങന്നൂർ കൊല്ലൂര് തിരുമംഗലം തൃക്കായൂര് കുന്നപ്രം ശ്രീ വെള്ളൂർ അഷ്ടമംഗലം ഐരാണിക്കുളവും കൈനൂർ ഗോകർണം എറണാകുളം പാരിവാലൂരടാട്ടും നെൽപ്പരപ്പിൽ ചാത്തമംഗലം പാറാപറമ്പ് തൃക്കൂര് പനയൂര് വയറ്റില വൈക്കം രാമേശ്വരം 2 ഏറ്റുമാനൂരടക്കളം ചെമ്മൻകട്ട് ആലുവ പിന്നെ തിരുമിറ്റക്കോട് ചേർത്തല കല്ലാറ്റുപുഴ തൃക്കുന്ന് ചെറുവത്തൂര് പങ്ങണം തൃക്കപാലേശ്വരം 3 അവിട്ടത്തൂർ പെരുമല കൊല്ലത്തും കാട്ടകമ്പാല പഴയന്നൂരകു പേരകം ആത്യംവള്ളി അമ്പളിക്കാട് ചേരാനെല്ലൂർ മാണിയൂർ തളി 4 കൊടുങ്ങല്ലൂർ വഞ്ചിയൂർ വഞ്ചുളേശ്വരം പാഞ്ഞാർകുളം ചിറ്റുകുളം ആലത്തൂരധ കുട്ടിയൂർ തൃപ്പാളൂര് പെരുന്തട്ട തൃത്താല തിരുവല്ലയും വാഴപ്പിള്ളി പുതുപ്പള്ളി മംഗലം തിരുനക്കര കൊടുമ്പു അഷ്ടമിക്കോവിൽ പട്ടിണിക്കാട്ടു തഷ്ടയിൽ കിള്ളിക്കുറിശിയും പുത്തൂർ കുംഭസംഭവ മന്ദിരം സോമശേശ്വരഞ്ച വേങ്ങാലൂർ കൊട്ടാരക്കര കണ്ടിയൂർ പാലയൂർ മഹാദേവ ചെല്ലൂരഥ നെടുമ്പുരം മണ്ണൂർ തൃച്ചളിയൂർ ശൃംഗപുരം കോട്ടൂര് മമ്മിയൂർ പറമ്പുള്ളി തിരുനാവായ്ക്കാരരിക്കോട്ട് ചേർത്തല കോട്ടപ്പുറം മുതുവറ വളായിപ്പ് ചേന്ദമംഗലം തൃക്കണ്ടിയൂർ പെരുവനം തിരുവാലൂർ ചിറക്കലും ഇപ്പറഞ്ഞ 108 ഭക്തിയൊത്തു പഠിക്കുവോർ ദേഹം നശിക്കലെത്തിയിടും മഹാദേവന്റെ സന്നിധവും പ്രദോഷത്തിൽ ജപിച്ചാൽ അഖിലശേഷ ദുരിതം കെടും എത്രയെത്ര ശിവക്ഷേത്രം തത്ര തത്ര നമാമ്യഹം. ഇത്രയാണ് കേരളത്തിലുള്ള 108 ശിവക്ഷേത്രങ്ങൾ. അതിൽ ഞാനിപ്പോ വായിച്ചപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പാഞ്ഞാർകുളം ചിറ്റുകുളം ആലത്തൂരഥ കൊട്ടിയൂർ അത് കഴിഞ്ഞു വരുന്ന ക്ഷേത്രമാണ് തൃപ്പാളൂർ. തൃപ്പാളൂർ കഴിഞ്ഞാൽ പിന്നെ പെരുന്തട്ടയാണ്. എനിക്ക് കിട്ടിയുള്ളൊരു ഭാഗ്യം, ഇന്നലെ ഗുരുവായൂരടുത്ത് ഈ 108 ശിവാലയങ്ങളിൽ പ്രതിപാദിക്കുന്ന ചൊവ്വല്ലൂർ എന്ന് വിളിക്കപ്പെടുന്ന മഹാദേവ ക്ഷേത്രത്തിന് പോകാനും ഇന്ന് 108 ശിവാലയങ്ങളിലുള്ള തൃപ്പാളൂർ എത്താനും ഭഗവാൻ അനുഗ്രഹം കൊണ്ട് സാധിച്ചു. പോണ വഴിക്ക് മമ്മിയൂരൊന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ട് 3 108 ശിവാലയങ്ങളിൽ അടുപ്പിച്ച് ദർശനം നടത്താനുള്ളൊരു ഭാഗ്യം ഭഗവാൻ തന്നു.
എന്തായാലും അത്രയധികം കേമപ്പെട്ട ക്ഷേത്രമാണ്. മഹാദേവനും മഹാവിഷ്ണു നരസിംഹമൂർത്തിയും വാഴുന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വന്ന് ജനിക്കാൻ സാധിച്ചതിലുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാ കാലത്തും അതിന്റെ എല്ലാ ഐശ്വര്യവും മഹാദേവൻ തരട്ടെ എന്ന് ഭഗവാനോട് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുംഭാഭിഷേകം അല്ലെങ്കിൽ കലശ ചടങ്ങുകളാണ് നടക്കുന്നത്. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഭഗവാന്റെ കലശ ചടങ്ങുകളൊക്കെ ഇവിടെ നടക്കുന്നതെന്നൊക്കെ അറിയാൻ സാധിച്ചു. നോക്കൂ, ഞാൻ ഈ കഥകളിലേക്കും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോണതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാനുള്ള പോയിന്റാണ്, പൊതുവിൽ എന്നെ കുറിച്ചുള്ളൊരു ചീത്തപ്പേരുമാണ്. എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, അവനവന്റെ നാട്ടിലെ അമ്പലം ആദ്യം നോക്കുക. നമ്മൾ ഏറ്റവും ആദ്യത്തെ പരിഗണന കൊടുക്കേണ്ടത് അവനവന്റെ പരദേവതയ്ക്കും അവനവന്റെ ദേശദേവതയ്ക്കുമാണെന്നാണ് മഹാത്മാക്കൾ പറയാറുള്ളത്. അപ്പൊ നിങ്ങൾ പല ആളുകളും എന്നോട് വന്ന് സംസാരിക്കുമ്പോൾ ചോദിച്ചു, ഗുരുവായൂരപ്പനെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. അത് കേൾക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് അങ്ങനെ പറയണതിൽ. പക്ഷേ ഗുരുവായൂരപ്പനോടുള്ള എന്റെ ഇഷ്ടം അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ഞാൻ കൂടുതലായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ ഒരു 20 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. 20 വർഷം മുമ്പായിരിക്കാം ചിലപ്പോ കഥകൾ കേട്ടും സീരിയല് കണ്ടും സിനിമ കണ്ടും മഹാഭാരതം സീരിയല് കണ്ടൊക്കെ എനിക്ക് തോന്നി കൃഷ്ണനാണ് നമുക്ക് വെച്ചൊരാള്. അങ്ങനെ ഗുരുവായൂരപ്പനോട് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. എന്റെ ഇഷ്ടദേവത എന്ന് വിളിക്കപ്പെടുന്ന ഭാവത്തിലാണ് ഭഗവാനുള്ളത്. പക്ഷെ എനിക്ക് ഒരിക്കലും എന്റെ നിശ്ചയമല്ലാതെ എന്റെ കൂടെയുള്ള രണ്ടുപേര് സദാസമയമുണ്ട്. അതൊന്ന്, ഞാൻ വന്ന് ജനിച്ച കുടുംബത്തിൽ ഒരു പരദേവത ഉണ്ടെങ്കിൽ ആ പരദേവതയാണല്ലോ 1ാം സ്ഥാനത്തുള്ളത്. 2, ഞാൻ ജനിച്ച ദേശം ഏതോ ആ ദേശത്തുള്ള ഭഗവതി അല്ലെങ്കിൽ ഭഗവാനാരോ ആ ഭഗവാൻ. അത് രണ്ടും ഞാൻ സെലക്ട് ചെയ്തതല്ല. അതാണ് ഇതിന്റെ പ്രാധാന്യം. എന്റെ വളർച്ചയിൽ ഞാൻ കേട്ടിട്ടുള്ള കഥകളിലൂടെ, ഞാൻ മനസ്സിലാക്കിയ പുരാണങ്ങളിലൂടെ, എന്റെ പൂർവ്വജന്മ സുഹൃതം വെച്ച് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് ഗുരുവായൂരപ്പൻ. ഞാൻ തെരഞ്ഞെടുത്താണ് ഗുരുവായൂരപ്പനെ. സനാതനധർമ്മം തരുന്ന ഏറ്റവും വലിയൊരു സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ദേവതകളെ മാറ്റി മാറ്റി ഭജിക്കാം. ഉപാസനയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഭജിക്കാം. ഇന്ന് ഗുരുവായൂരപ്പനെ ഭജിക്കുന്ന ആൾക്ക് നാളെ ഗുരുവായൂരപ്പൻ വേണ്ട, ഇനി മഹാദേവനെ തീരുമാനിക്കാം. ഇന്ന് മഹാദേവനെ ഭജിക്കുന്ന ഒരാൾക്ക് 10 കൊല്ലം കഴിഞ്ഞിട്ട് മഹാദേവനെ ഭജിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇനി മുരുകൻ കൊണ്ട് വേണമെങ്കിൽ പോവാം. ആ സ്വാതന്ത്ര്യം തരുന്ന ധർമ്മമാണ് സനാതനധർമ്മം. ഇവിടെ ഒറ്റ ഒന്ന് മാത്രം ശരിയെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കുന്ന ശ്വാസം എത്ര കാലം ഈ ശരീരത്തിലുണ്ടോ അത്രയും കാലം ഒരിക്കലും മാറ്റാൻ പറ്റാത്ത 2 ദേവതാ ചൈതന്യങ്ങളാണ് അവനവൻ ജനിച്ച പരദേവതയും ആ ദേശത്തെ ഭഗവതി അല്ലെങ്കിൽ ഭഗവാനും. അത് മാറ്റാൻ പറ്റില്ല, അത് കോൺസ്റ്റന്റ് ആണ്. എന്റെ ഇഷ്ടപ്രകാരം ഞാൻ തെരഞ്ഞെടുത്തത് എനിക്ക് മാറ്റാൻ പറ്റുള്ളൂ. അവരുടെ ഇഷ്ടപ്രകാരം ആ കുടുംബത്തിൽ ഞാൻ വന്ന് ജനിക്കുകയും അവരുടെ ഇഷ്ടപ്രകാരം ആ ദേശത്ത് വന്ന് ഞാൻ ജനിക്കുകയും ചെയ്തത് എന്റെ ഇഷ്ടം കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ എനിക്കത് മാറ്റാനുള്ള സ്വാതന്ത്ര്യവും ഇല്ല. എത്രയാണോ ഗുരുവായൂരപ്പൻ നിശ്ചയിച്ചിട്ടുള്ള ആയുസ് അത്രയും നാൾ എന്റെ പരദേവത തിരുമാന്താവുകലമ്മയാണ്. ഇനി കുറച്ച് നാൾ മുരുകൻ കൊണ്ട് പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല അവിടെ. അതുകൊണ്ട് ഇന്ന് പരദേവതാ സങ്കല്പങ്ങൾക്കൊക്കെ പൊതുവിൽ പ്രാധാന്യം കുറഞ്ഞു വരുന്ന സമയം. ചില ആർക്കും പരദേവതയൊന്നും വേണ്ട. തമിഴ്നാട്ടിലുള്ള ഒരു പ്രശസ്ത സൂപ്രധാനമായിട്ടുള്ള സിനിമാ താരം കൊല്ലത്തിലൊരിക്കൽ തന്റെ പരദേവതയെ വന്ന് കാണുന്നതുകൊണ്ടാണ് പലർക്കും പരദേവതയാണ് ഗംഭീരം തോന്നി തുടങ്ങിയത്. 2, കാന്താര എന്നൊരു സിനിമ ഇറങ്ങേണ്ടി വന്നു കുലദേവതാ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ. അപ്പൊ പരദേവത ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്തില്ല. അതാണ് ആദ്യത്തെ കൺസിഡർ. പര എന്നാണ് പേര് തന്നെ. നിങ്ങൾ ആരുടെയൊക്കെ കുടുംബത്തിൽ ഏതൊക്കെ പരദേവതയെ ആചരിച്ചു വരുന്നുണ്ടോ അതിന് ആദ്യം വർഷത്തിലൊരിക്കലെങ്കിലും ചെന്ന് കാണുക എന്നുള്ളതാണ് മര്യാദ. പലർക്കും ഇന്ന് നമ്മുടെ വേരുകളെ കുറിച്ച് നമുക്ക് വലിയ ബോധ്യമില്ലാത്തതുകൊണ്ട് തന്നെ പലർക്കും പരദേവത ആരാന്ന് അറിയില്ല. പിന്നെ സാധിക്കുന്നത് അവനവന്റെ ദേശദേവതയെ നന്നായിട്ട് ബഹുമാനിക്കുക എന്നുള്ളതാണ്. അതെല്ലാവർക്കും അറിയാം. ജനിച്ച നാട്ടിലൊരു അമ്പലം, ആ അമ്പലത്തിലുള്ള ദേവത. ഇവിടെ ഈ പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് ഭഗവാൻ മഹാദേവൻ തൃപ്പാളൂരപ്പൻ എന്ന് പറയുന്നത് ഈ തട്ടകത്തുള്ള ആളുകളുടെയും ഒപ്പം ഈ കേരളത്തിലെ മുഴുവൻ സ്വത്താണ് ഭഗവാൻ. ഇപ്പൊ ഞാൻ വായിച്ചപ്പോ നിങ്ങൾക്ക് പരിചയമുള്ള ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. 108 ശിവാലയങ്ങളിൽ നിന്ന് മമ്മിയൂർ 108 ശിവാലയങ്ങളിൽ വരുന്ന അമ്പലമാണ്. കൊടുങ്ങല്ലൂർ 108 ശിവാലയങ്ങളിൽ വരുന്ന അമ്പലമാണ്. എന്റെ പരദേവതാ സ്ഥാനത്ത് ഞാൻ കണക്കാക്കുന്നത് തിരുമാന്താംകുന്ന് 108 ശിവാലയങ്ങളിൽ വരുന്ന അമ്പലമാണ്. ഇത്രയധികം പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളുടെ ലിസ്റ്റിലാണ് നമ്മളുടെ അമ്പലം ഉള്ളത്. അവിടെയാണ് കലശം നടക്കുന്നത്.
ആ കലശം നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഭഗവാന്റെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും നമ്മൾ നമ്മുടെ സനാതന ധർമ്മത്തിലുള്ള ക്ഷേത്ര സംസ്കാരത്തിന്റെ ഏറ്റവും മിനിമം കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് നിർബന്ധം ഞാൻ എല്ലാവർക്കും പറയാറുണ്ട്, അഭ്യർത്ഥിക്കാറുണ്ട്. എന്തിനാണ് ഒരു ക്ഷേത്രം നിശ്ചയിച്ചിട്ടുള്ളത്? ആ ക്ഷേത്രത്തിൽ എന്തിനാണ് നിത്യപൂജ നിശ്ചയിച്ചിട്ടുള്ളത്? ആ ക്ഷേത്രത്തിൽ എന്തിനാണ് വർഷത്തിൽ ഒരു ഉത്സവം നിശ്ചയിച്ചിട്ടുള്ളത്? എന്തിനാണ് ഇത്ര കാലം കൂടുമ്പോൾ ഒരു നവീകരണം അല്ലെങ്കിൽ ഒരു അഷ്ടബന്ധം അല്ലെങ്കിൽ കുംഭാഭിഷേകം? ഇതെന്തിന് ഓരോ സമയത്ത് ഇടവിട്ട് എന്തിനാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് ഈ ക്ഷേത്രത്തിൽ വരുന്ന ഓരോ ഭക്തരും മനസ്സിലാക്കണം എന്നാണ് സങ്കല്പം. ഒന്നത് നമ്മളുടെ നാട്ടിലെ ക്ഷേത്രത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും, രണ്ട് ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഇനി വളർന്നു വരാൻ പോകുന്ന പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കാനും. കൊട്ടാരക്കര ഗണപതി അമ്പലം ഈ പറഞ്ഞ 108 ശിവാലയങ്ങളിൽ വരുന്ന ഒന്നാണ്. നിങ്ങൾ എത്ര പേര് പോയിട്ടുണ്ട് കൊട്ടാരക്കര? ഒന്ന് കൈപ്പൊക്കൂ. കുറച്ച് പേരുണ്ട്. കൊട്ടാരക്കര ഗണപതി അമ്പലം എന്നതിൽ പേരേ ഉള്ളൂ കേട്ടോ. ഗണപതി അമ്പലം എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ മഹാദേവനാണ്. പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രം എന്നാണ് അതിന്റെ പേര്. ഇന്നത് പൊതുവിൽ അറിയപ്പെടുന്നത് കൊട്ടാരക്കര ഗണപതി അമ്പലം എന്നാണ്. അവിടെ ഉത്സവം നടക്കുന്നതും അവിടെ കൊടിമരത്തിലുള്ള വാഹനവും ഒക്കെ മഹാദേവന്റെയാണ്. ഗണപതി ഭഗവാനുള്ള പ്രത്യേകമായിട്ടുള്ള ഇഷ്ടം കൊണ്ട് മകന് കുറച്ച് കൂടുതൽ കേൾവി ചില പ്രശസ്തി കൂട്ടിയതാണ്. ഞാൻ കൊട്ടാരക്കര പോയപ്പോൾ അവിടെയുള്ള ആൾക്കാർ എന്നോട് സിനിമയിലെ പഞ്ച് ഡയലോഗൊക്കെ പറഞ്ഞാൽ പറഞ്ഞു, അച്ഛൻ പറയുന്നത് മകൻ കേൾക്കും, മകൻ പറയുന്നത് ലോകം കേൾക്കുന്നതാണ് കൊട്ടാരക്കരയിലെ സങ്കല്പം. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ നാട്ടിൽ അതുപോലെ മഹത്തരമായിട്ടൊരു ക്ഷേത്രം ഉണ്ടാവും. ആ ക്ഷേത്രത്തിലെ മിനിമം കാര്യങ്ങൾ ഇപ്പൊ കൊട്ടാരക്കര ഞാൻ പറയാൻ കാരണം, അത്താഴ പൂജയ്ക്ക് നേദ്യത്തിന് ഒരു ഉരുളിയിൽ കുറച്ച് ഉണ്ണിയപ്പായിട്ട് നമ്പൂരി നേദിക്കാനായിട്ട് ശ്രീകോവിലിനകത്തേക്ക് കയറി. ഞാൻ അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരമ്മയുണ്ട്, ഒരു കുട്ടിയുണ്ട്. നേദ്യം കഴിഞ്ഞു. അദ്ദേഹം ആ സമയത്തൊന്ന് മാറാൻ പറഞ്ഞു. ഞങ്ങളൊന്ന് മാറി കൃഷിയെ മാറ്റിയപ്പോ വീണ്ടും ഫ്രണ്ടിലേക്ക് വന്ന് നിന്ന് തൊഴുതു. അദ്ദേഹം തിരിച്ച് ഉരുളി ഉണ്ണിയപ്പാണ് അതെടുത്ത് പോവുകയും ചെയ്തു. ആ സമയത്ത് ആ കുട്ടി അവിടെ ഉള്ള ആൾക്കാരെയൊക്കെ കേൾപ്പിച്ചുകൊണ്ട് ഉറക്കെ ചോദിച്ചിട്ടുണ്ട്, അമ്മേ തിരുമേനി അങ്ങോട്ട് പോകുമ്പോഴും 10 ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോഴും 10 ഉണ്ണിയപ്പം ഉണ്ടല്ലോ, അതെന്താ ഭഗവാൻ ഒന്നും കഴിച്ചില്ലേ? അമ്മ പറഞ്ഞു, കാലങ്ങളായിട്ട് ഇവിടെ അങ്ങനെ ഉണ്ണിയെ. എന്താ വെച്ചാൽ നേദ്യം ഏത് രൂപത്തിലാണ് ദേവൻ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആധ്യാത്മികമായിട്ടുള്ള അറിവ് ആ അമ്മയ്ക്ക് ഇല്ലാത്തതാണ്. അതൊരിക്കലും ഒരു കുറ്റമല്ല. ആ അമ്മയുടെ അറിവിൽ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുത്തു. പക്ഷെ ഞാൻ അഭ്യർത്ഥിക്കുന്നത് അതിൽ നിൽക്കരുതെന്നാണ്. മിനിമം അവനവന്റെ നാട്ടിലെ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകളെ കുറിച്ചെങ്കിലും ഒരു അവബോധം നമ്മൾക്ക് ഉണ്ടാവണം. കലശം അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ്. അല്ലെങ്കിൽ കുംഭാഭിഷേകം ഈ ഭാഗത്തൊക്കെ നമ്മൾ ഇവിടെ നിറച്ചിട്ടുള്ള ഭഗവാന്റെ ചൈതന്യത്തിന് കാലക്രമേണ ലോപം സംഭവിക്കും. നമ്മൾ ചെയ്യുന്ന ക്രിയകളിലൂടെ, നമ്മളുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒരു നിറച്ചു വെച്ച കുടം എങ്ങനെയാണോ കുറെ കാലം കഴിയുമ്പോൾ വറ്റി ഇല്ലാണ്ടാവുന്നത്, അതുപോലെ ആ ചൈതന്യത്തിനും ലോപം ഉണ്ടാവും. ആ ലോപങ്ങൾ പരിഹരിച്ച് വീണ്ടും ആ ചൈതന്യത്തെ മൂർധന്യാവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടി നടത്തുന്ന ക്രിയയാണ് കലശം. കലകൾ ശയിക്കുന്നത് കൊണ്ട് കലശം എന്നാണ്. പ്രധാനമായിട്ടും ഭഗവാന്റെ ഒരു കലയെ നമുക്ക് താല്പര്യമുള്ളൂ, അത് അനുഗ്രഹ കലയാണ്. നമ്മൾ പോയി ഭഗവാനോട്, ഭഗവാനെ എനിക്ക് ജോലി വേണം, എന്റെ കല്യാണം നടത്തി തരണം, നല്ലൊരു ഉണ്ണി ഉണ്ടാവണം, ജ്യോതിഷ പ്രശ്നങ്ങൾ മാറണം എന്നൊക്കെ ഭഗവാനോട് അങ്ങോട്ട് പറയുമ്പോൾ അത് നടത്തിത്തരാനുള്ള കഴിവ് ഭഗവാൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ ആ ചൈതന്യം ഉണ്ടാവണം. അതാണ് ആ കല. അതിനെയാണ് ഞാൻ അനുഗ്രഹ കല എന്ന് വിളിച്ചത്. കാലക്രമേണ അത് പരിപോഷിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ കല ലോപിക്കും. ആ ലോപം ഇവിടെ പല ദോഷങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും. അത് പരിഹരിക്കാനാണ് സാധാരണ നവീകരണമൊക്കെ ആകുമ്പോൾ പറയും 12 വർഷം കൂടുമ്പോൾ ഒരു നവീകരണ കലശം നടത്തണമെന്ന്. ഇത് എല്ലാ വർഷവും ശരിക്കും നടത്തണം. എല്ലാ വർഷവും ചൈതന്യ വർദ്ധനവിന് വേണ്ടി ആ ക്ഷേത്രത്തിൽ നടത്തുന്ന ആട്ടവിശേഷത്തിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് പേര് വിളിക്കുന്നത്? ഉത്സവം അല്ലെങ്കിൽ ഉത്സവം എന്ന് വിളിക്കുന്നത്. അതാണ് ഗാനമേളയല്ല. ചൈതന്യത്തെ പരിപോഷിപ്പിക്കാനുള്ള ചടങ്ങുകളാണ് യഥാർത്ഥത്തിൽ ഉത്സവം. ആ വാക്കിന്റെ തന്നെ അർത്ഥം മുകളിലേക്കുള്ള സഞ്ചാരം എന്നാണ്. അതിന് പ്രതീകാത്മകമായിട്ടാണ് നമ്മൾ കൊടിമരത്തിൽ കൊടിക്കൂറ മുകളിലേക്ക് ഉയർത്തുന്നത്, മുകളിലേക്ക് പോകുന്നത്. അത് വർഷാവർഷം നടത്തുന്ന ഭഗവാന്റെ ചൈതന്യം കൂട്ടാനുള്ള പ്രവർത്തനം. കലശം ഇത്ര കാലങ്ങൾക്ക് ശേഷം നടത്തുക. എല്ലാ കൊല്ലവും കലശം നടക്കുന്ന അമ്പലങ്ങളുണ്ട്.
ഗുരുവായൂർ എല്ലാ വർഷവും കലശമുണ്ട്, സഹസ്ര കലശമുണ്ട്. തിരുവാന്താകുന്നു എല്ലാ വർഷവും കലശമുണ്ട്. മഹാക്ഷേത്രങ്ങളിൽ അത് അവിടുത്തെ സാമ്പത്തിക മധ്യത അനുസരിച്ച് അവർ നടത്തും. മിനിമം 12 വർഷം കഴിയുമ്പോഴേക്കും ഒരു കലശം നടത്തണം നിർബന്ധമാണ്. ഇനി എനിക്ക് നിങ്ങളുള്ള അഭ്യർത്ഥന, ഈ കലശച്ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തൃപ്പാവൂരപ്പനെ പോയി കാണുമ്പോൾ ഭഗവാന്റെ ആ ചൈതന്യം എന്ന് പറയുന്നത് ഏറ്റവും മൂർധന്യാവസ്ഥയിലുള്ള സമയമാണ് ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഒരു കലശക്കാലത്ത് ആ ക്ഷേത്ര പരിസരത്ത് ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എന്റെ മഹാഭാഗ്യമാണ്. 12 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാവും എന്നുള്ളത് മാറ്റി നാളെ നമ്മൾ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഉറപ്പില്ല. പക്ഷെ നമുക്കിത് ആ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് ആ കലശം നേരിട്ട് പങ്കെടുക്കാനുള്ള ഒരു അവസരമാണ് ഭഗവാൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പല ഭാരവാഹികളായിട്ടുള്ള ആൾക്കാർ എന്നോട് പറയുന്ന കാര്യമാണ്, വ്യാസൻ ഈ ഉത്സവം എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ അടുത്തേക്ക് പോകുമ്പോൾ വലിയ സ്വീകാര്യതയാണ്, കലശം എന്ന് പറയുമ്പോൾ കുറെ നമ്പൂരിമാരെ വന്ന് പൂജിക്കണമെങ്കിൽ ഞങ്ങൾ എന്തിനാ പൈസ ഇറങ്ങുന്ന ആൾക്കാർ ചോദിച്ചത്. യഥാർത്ഥത്തിൽ കലശവും അനുബന്ധ ചടങ്ങുകളും ഉണ്ടെങ്കിലേ ക്ഷേത്രമുള്ളൂ, ക്ഷേത്രം ഉണ്ടെങ്കിലേ ഉത്സവമുള്ളൂ. ആദ്യത്തെ പ്രാധാന്യം ആ ക്ഷേത്രത്തിലെ ചൈതന്യത്തിനാണ്, ബാക്കിയൊക്കെ പിന്നെയാണ്. അതുകൊണ്ട് ദയവായി ഈ കലശ ചടങ്ങുകളിൽ നമ്മളുടെ മുഴുവൻ സമയമുള്ള പങ്കാളിത്തം സാധിക്കുമെങ്കിൽ അത് ചെയ്യാം. നമുക്കും ഭഗവാൻ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്ന മനസ്സിലാക്കുക, ഇതാണ് അതിന് പറ്റിയ സമയം. നമ്മളെപ്പോഴും കരുതുന്നത് ഭഗവാൻ ഇങ്ങോട്ട് കിട്ടാനുള്ള ആൾക്കാരാണ് നമ്മളെന്നാണ്. അങ്ങനെയല്ല, നമുക്ക് ഭഗവാൻ അങ്ങോട്ട് കൊടുക്കാം. ഭഗവാന്റെ ചൈതന്യത്തിലേക്ക് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാം. ആ അകത്തിരുന്ന് ഏതെങ്കിലും ബുക്കിൽ പോയിരുന്ന് പഞ്ചാക്ഷരം ചോദിച്ചാൽ മാത്രം മതി, അവശ്യമായ. നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടെങ്കിൽ, അയ്യോ ഞങ്ങൾക്ക് പോയിട്ട് ഭഗവാന് കലശാഭിഷേകം ചെയ്യാൻ പറ്റില്ലല്ലോ, ഞങ്ങൾക്ക് അകത്ത് കയറിയിട്ട് കൂടമാല ചാർത്താൻ പറ്റില്ലല്ലോ, ഞങ്ങൾക്ക് പിൻവിളക്ക് പുറകിൽ പോയിട്ട് കത്തിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ചിന്തയുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും പറ്റിയ സമയമായിരുന്നു. നിങ്ങൾക്കും ഭഗവാന്റെ ചൈതന്യത്തിന് ഒരു ഭാഗവാക്കാകാൻ സാധിക്കും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട്. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ ഈ കലശച്ചടങ്ങുകൾ നടക്കുന്ന മുഴുവൻ സമയത്തും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ അവിടെ വന്ന് നമ്മളുടെ ദേശനാഥനായിട്ടുള്ള ഭഗവാന് നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷൻ, ഒരു സംഭാവന കൊടുക്കാൻ പരമാവധി ശ്രമിക്കുക. നിങ്ങൾ ആരും കരുതണ്ട നിങ്ങളുടെ സംഭാവന ചെറുതാണോ വെച്ചാൽ, ഞാൻ പണമായിട്ടുള്ള സംഭാവനയല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ജപിക്കുന്ന ആ ജപശക്തി ഭഗവാൻ സമർപ്പിക്കുക. തീർച്ചയായിട്ടും അതിന്റെ ചൈതന്യം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവും. ഞാനിത് പറയാൻ കാരണം, നമുക്കൊക്കെ അതിനുള്ള അർഹത ഉണ്ടോ വ്യാസൻ? നമ്മളൊക്കെ ഭജിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ നാമം ജപിച്ചു കഴിഞ്ഞാൽ ചൈതന്യം ഉണ്ടാവുമോ എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ ധാരണ എടുത്ത് മാറ്റൂ. നിങ്ങളിൽ ഓരോരുത്തരിലും മഹാദേവനുണ്ട്. ശിവോഹം എന്നാണ് നമ്മൾ പറയുന്നത് ചെയ്യുക. ഞാൻ ശിവനാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം, നമ്മളിലുള്ള ശിവൻ. ഞാൻ ഇന്നലെയും കൂടെ സംസാരിച്ചിരുന്നു. നമ്മളൊക്കെ പണ്ട് എപ്പോഴും പാടിയുന്ന ഒരു പാട്ടുണ്ടല്ലോ അല്ലെ, ഈ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം. അമ്പലത്തിൽ 6 പടിയല്ലല്ലോ ഉദ്ദേശിച്ചത്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, അതിന് മുകളിൽ സഹസ്രാരം. അതിൽ മഹാദേവന്റെ ചക്രമായിട്ട് പറയുന്ന 2 ചക്രങ്ങളാണ്, ഒന്ന് അനാഹതവും വിശുദ്ധി. രുദ്രഗ്രന്ഥിയായിട്ടും പറയാറുണ്ട് ആജ്ഞ. ലളിതാസഹസ്രനാമത്തിൽ വായിക്കാറില്ലേ, ബ്രഹ്മഗ്രന്ഥി വിവേദിനി, വിഷ്ണുഗ്രന്ഥി വിവേദിനി, രുദ്രഗ്രന്ഥി വിവേദിനി ഇല്ലേ? അതിൽ അനാഹതം എന്ന് വിളിക്കപ്പെടുന്ന ഈ ചക്രത്തിൽ മഹാദേവനാണെന്നുള്ള സങ്കല്പം, വിശുദ്ധിയിലും ഭഗവാനാണെന്നുള്ള സങ്കല്പം സഹസ്രാരത്തിൽ അല്ലെങ്കിൽ ആജ്ഞയിലും എല്ലാവർക്കും. അതിൽ വിശേഷമായിട്ട് ഇവിടെ ഹൃദയഭാഗത്ത് ഇവിടെ ശിവനാണെന്നാണ് സങ്കല്പം. പ്രഭാഷണങ്ങളൊക്കെ പറയാറുണ്ട്, ഭഗവാൻ ആ ഹൃദയമാകുന്ന ഗുഹയ്ക്കകത്തിരുന്നു കൊണ്ട് തന്റെ കയ്യിലുള്ള ഡമരു ഉടുക്ക് അത് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ കൊട്ടുന്ന ഒച്ചയാണ് നമ്മൾ ഈ ഡുണ്ടുണ്ടെന്ന് കേൾക്കണത്, അടിക്കണത്. ഇപ്പൊ ഭഗവാനോട് നമുക്കുള്ള പ്രാർത്ഥന എന്താ? ജീവിതത്തിൽ കൊട്ടു നിർത്തരുതേ ഭഗവാനെ, കൊട്ടിക്കൊണ്ടേ ഇരിക്കണേ, കൈ കുഴഞ്ഞാലേ കൊട്ടണേ. എന്നീ ഡുണ്ടുണ്ടും നിൽക്കുന്നു, അന്ന് പോവാം. അന്ന് ശിവൻ പോയി, പിന്നെ ബാക്കിയുള്ളത് എന്താ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നമ്മുടെ ജപശക്തി ഭഗവാൻ കൊടുക്കുക ഈ സമയത്ത്. ഞാൻ ഫ്ലെക്സ് വയ്ക്കണമെന്നൊക്കെ ആദ്യം പറഞ്ഞൊക്കെ നിങ്ങൾ തമാശയുടെ എടുത്തോളൂ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം. പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ കൊണ്ട് ശീലിപ്പിക്കുക പഞ്ചാക്ഷരം. ഈ സമയത്ത് അവർക്ക് പഞ്ചാക്ഷരം പ്രതീക്ഷിപ്പിക്കുക. എത്ര ചെറിയ കുട്ടി ആയിക്കോട്ടെ, അതിന് നാവ് വഴങ്ങുന്ന പ്രായമാണെന്നുണ്ടെങ്കിൽ ഈ കലശക്കാലത്ത് നമശിവായ ചൊല്ലാൻ പറയും. എത്ര ചെറിയ കുട്ടി ആയിക്കോട്ടെ, ആ കുട്ടി ഭജിക്കുമ്പോഴുള്ള ചൈതന്യം എത്ര നമുക്ക് അറിഞ്ഞിട്ടാണ് ആ കുട്ടികളുടെ ബ്രഹ്മബോധം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ആ കുട്ടി ഭജിക്കുമ്പോഴുള്ള അല്ലെങ്കിൽ കുട്ടി പഞ്ചാക്ഷരം ജപിക്കേണ്ടാവുന്ന ചൈതന്യം എന്ന് പറയുന്നത് നമ്മളൊക്കെ 1000 ഒരു ശ്രീരുദ്രൻ ജപിക്കുമ്പോൾ ഉണ്ടാവുന്ന ചൈതന്യത്തിന് തുല്യ. കാരണം കുട്ടിയെ കണക്കില്ല, കുട്ടി ബ്രഹ്മാണ്. അതുകൊണ്ട് ചെറിയ കുട്ടികളെ തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ തലയിൽ തൊട്ട് വയ്ക്കണം.
ബ്രഹ്മബോധമുള്ളതുണ്ടോ? ആ കുട്ടിയെ കൊണ്ടൊക്കെ ഭജിപ്പിക്കുക. മഹാദേവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭാഗം ആളുകളാണ് ഈ കുട്ടികൾ എന്നുള്ളത്. കാരണം പ്രപഞ്ചത്തെ മുഴുവൻ ഭഗവാൻ കാണുന്നത് തന്റെ കുട്ടികളായിട്ടാണ്. നമ്മുടെ ഈ പാലക്കാട് ഭാഗത്തും വെള്ളുവനാട് അല്ലെങ്കിൽ മലബാർ ഭാഗത്തൊക്കെയാണ് ഭഗവാനെ പ്രത്യേകമായിട്ട് കാണുന്ന രീതി. നമ്മളാണ് ശിവനെ ഭഗവാനെ എന്ന് വിളിക്കാറുള്ളത്. നിങ്ങൾ എറണാകുളം ജില്ലയ്ക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള മനുഷ്യരൊന്നും ഭഗവാനെ ഭഗവാനെ നല്ല വിളിക്കുക. അവിടെയുള്ള ആൾക്കാരൊക്കെ എന്ത് വിളിക്കും? അച്ഛാന്ന് വിളിക്കുക. പിതാവേ എന്ന്, എന്റെ അച്ഛാന്ന്. സിദ്ധമായിട്ടുള്ള രഘുവംശത്തിന്റെ 1-ാമത്തെ ശ്ലോകത്തിൽ കാളിദാസൻ എഴുതുന്നുണ്ടല്ലോ, വാക്കും അർത്ഥവും എങ്ങനെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു, അതുപോലെ ചേർന്നിരിക്കുന്ന ജഗത്തിന്റെ മുഴുവൻ മാതാപിതാക്കളായിട്ടുള്ള പാർവതി പരമേശ്വരന്മാരെ ഞാൻ നമസ്കരിക്കുന്നതാണ്. വാഗർത്താവിക സമ്പർത്തം എന്ന് പറഞ്ഞ ശ്ലോകം. ജഗതര പിതരോ വന്ദേ പാർവതി പരമേശ്വരം. ലോകത്തിന്റെ മുഴുവൻ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവനാണ്. ലോകത്തിന്റെ മുഴുവൻ അമ്മ എന്ന് പറഞ്ഞാൽ പരാശക്തിയാണ്. ഇവിടെ നമ്മൾ പോയി കാണുന്നത് തൃപ്പാവൂരപ്പൻ നമ്മൾ വിളിക്കുന്നത് നമ്മുടെ അച്ഛനെ തന്നെയാണെന്ന് സങ്കല്പിക്കുക. ആ അച്ഛൻ അദ്ദേഹത്തിന്റെ ശരീരത്തെ ഇതാ വീണ്ടും നമുക്ക് ശേഷം വരുന്ന തലമുറയ്ക്കും വേണ്ടി അദ്ദേഹം അതിനെ പുതിയതാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ശേഷം വരുന്ന തലമുറയെ കൂടി രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുട്ടികളോടൊക്കെ വന്ന് ഭജിക്കാൻ പറയുക ഈ സമയത്ത്. മഴക്കാലമാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ മടിയാണെന്നുള്ള ചിന്തയൊക്കെ മാറ്റിവെച്ച് സ്വന്തം അച്ഛന് ഇതാ എന്റെ വക, ഞാൻ എന്റെ അച്ഛന് കൊടുക്കുന്ന ഒരു സമ്മാനം എന്നുള്ള ഭാവത്തിൽ ആ കുട്ടികളെ കൊണ്ട് പഞ്ചാക്ഷരം ജപിക്കുക. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും, ഒരു ക്ഷേത്രത്തിനകത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് അത് ഏറ്റവും വിശേഷമാണ് നാമജപം. നിങ്ങൾ എത്ര പേര് പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ അടുത്താണ് അവിടെ നിന്ന് വരുന്നത്. എറണാകുളത്ത് നിന്ന് മൂവാറ്റുപുഴ പോകുന്ന വഴിക്ക് ഒരു പെരുന്തൃക്കോവിൽ നരസിംഹമൂർത്തി ക്ഷേത്രമുണ്ട്. പോയ ആളുണ്ട് അവിടെ. അധികം പോകാൻ ആൾക്കാർ സാധ്യത കുറവാണ്. അമ്പലത്തില് മഹാക്ഷേത്രമാണ്. 3 നേരം ശിവയിലുള്ള 5 പൂജയുള്ള ക്ഷേത്രമാണ് പെരുന്തൃക്കോവിൽ നരസിംഹമൂർത്തി ക്ഷേത്രം. ഞാനിത് പറയാൻ കാരണം, ആ ക്ഷേത്രത്തിന്റെ ഊരായ്മ സ്ഥാനം ഉണ്ടായിരുന്നത് ചേരമാൻ പെരുമാൾക്കായിരുന്നു. അദ്ദേഹം നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠ നടക്കുമ്പോ അദ്ദേഹത്തിന് തോന്നിയിത്രേ, എനിക്കും കൂടെ അതിലൊരു ഭാഗമാവണം. സാധാരണ അദ്ദേഹം ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ശ്രീകോവിലിനകത്ത് കയറി പൂജിക്കാനോ വിഗ്രഹം പിടിക്കാനോ അദ്ദേഹത്തിന് പറ്റില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം രാജാവാണ്, അദ്ദേഹത്തിന്റെ കുലദേവതയാണ് പ്രതിഷ്ഠിക്കപ്പെടുന്നത്. അദ്ദേഹം തന്ത്രിയോട് പോയി പറഞ്ഞു, തിരുവേനി എനിക്ക് ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, ഭഗവാനെ പ്രതിഷ്ഠിക്കുമ്പോ എന്റെ വക എന്റെ ഒരു ചൈതന്യം കൂടി അതിലേക്ക് വേണം, എന്തെങ്കിലും നിർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സാധാരണ രീതിയിൽ ക്ഷേത്ര നിയമം അനുസരിച്ച് സാധിക്കില്ല, ബ്രാഹ്മണർക്ക് മാത്രമേ അകത്ത് കയറി പൂജ കഴിക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്തോളൂ, അങ്ങ് ഈ ശ്രീകോവിലിന്റെ സമീപത്തുള്ള ഓവിലൂടെ ഒരു ദർഭപ്പുല്ല് അകത്തേക്ക് കയറ്റുക, ആ ദർഭയുടെ അറ്റം വിഗ്രഹത്തിൽ തൊടിക്കാം, അങ്ങ് പുറത്ത് ആ ദർഭയിൽ പിടിച്ച് ജപിച്ചോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ അതാണോ എടുക്കേണ്ടത് ഒരു പ്രതിഷ്ഠയ്ക്ക് മുമ്പായിട്ട് അതൊക്കെ എടുത്ത് തയ്യാറെടുത്ത് അന്നേ ദിവസം ജലപാനമില്ലാണ്ട് പ്രതിഷ്ഠാകർമ്മം കഴിയുന്നത് വരെ ഈ ദർഭയുടെ ഒരറ്റ നിന്ന് ശ്രീരുദ്രൻ ജപിച്ചു എന്നാണ്. എവിടെയും ചില നല്ല മനുഷ്യരുണ്ടാവുമല്ലോ. അതിൽ ചില ആൾക്കാർക്ക് തോന്നി ഇദ്ദേഹത്തിന്റെ ചൈതന്യൊന്നും വേണ്ട, ഇത് ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരാള് അദ്ദേഹത്തിന്റെ ആ ദർഭയുടെ അറ്റം വിഗ്രഹത്തിന് മാറ്റി വെച്ചു. വിഗ്രഹത്തിൽ തൊട്ടില്ല. അദ്ദേഹം ഇവിടെ നിന്ന് ജപിക്കുന്നുണ്ട്, എന്നാൽ ആ ദർഭയ്ക്ക് വിഗ്രഹമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഇദ്ദേഹത്തോട് സ്നേഹമുള്ള ഏതൊരു തിരുമേനി പോയി പറഞ്ഞത്, രാജാവെ അങ്ങ് ജപിച്ചതൊക്കെ വെറുതെ ആയി, അങ്ങ് തൊട്ടിരുന്ന ദർഭയുടെ അറ്റം വിഗ്രഹത്തിൽ തൊടിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ബോധം പറയുന്നത്, കാരണം അദ്ദേഹം അത്രയും തയ്യാറെടുത്തിരുന്നു അതിന് വേണ്ടിയിട്ട്. എന്തൊക്കെയാണോ ഒരു പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ചെയ്യുന്നത് അത് മുഴുവൻ അദ്ദേഹം ചെയ്തിരുന്നു. അത്രയും നേരം ജലവാനല്ലാണ്ട് ചൂടത്തെങ്ങനെ നിൽക്കുകയെന്ന് പറയും. അദ്ദേഹത്തിന് പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായ സമയത്ത് അദ്ദേഹം ഇനി മേലെ ഞാൻ നിൽക്കില്ല, ഈ നാട്ടിൽ നിൽക്കില്ല എന്നുകൊണ്ട് അവിടെ പോയി. അദ്ദേഹം പോയപ്പോ തൊട്ട് ക്ഷേത്രത്തിൽ ദുർനിമിത്തങ്ങൾ കണ്ടു. ഈ പറഞ്ഞു വിട്ട ആൾക്കാരുടെ പുറകിൽ ഓടി അദ്ദേഹത്തെ പിടിക്കാൻ. ഒരു നിൽക്കി എത്തിയപ്പോ അദ്ദേഹം ഇന്ന് വിശ്രമിക്കുന്നത് കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, തിരിച്ചു വരണം, അങ്ങ് പോകുന്നതിൽ പിന്നെ ക്ഷേത്രത്തിൽ വലിയ പ്രയാസമാണ്, എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം. ഒന്നാമത് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം അദ്ദേഹത്തിന്റെ പണത്തോടായിരുന്നു, അദ്ദേഹത്തോടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ കാണാൻ വന്നത് എന്ത് ഉദ്ദേശത്തോടുകൂടെന്ന് എനിക്ക് മനസ്സിലായി. ക്ഷേത്രത്തിന്റെ നിത്യദാനത്തിനുള്ള ചെലവാണെങ്കിൽ ഞാൻ ഇപ്പൊ എവിടെ വരെയാണോ നിൽക്കുന്നത് ഇതിനപ്പുറത്തേക്കുള്ള മുഴുവൻ ഭൂമിയും ക്ഷേത്രത്തിൽ എടുത്തോളം പറഞ്ഞു. എടുത്തു.
അവര് സന്തോഷമായിട്ട് തിരിച്ചു വന്നു, അദ്ദേഹം പോയില്ല. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഗുരുവായൂരപ്പന്റെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ മഹാദേവന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വിഗ്രഹത്തിൽ തൊട്ടോ തൊട്ടില്ല എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അവിടെ ഒരാൾ നിന്ന് ജപിച്ചിട്ടുണ്ടെങ്കിൽ ആ ചൈതന്യം അവിടെ ഉണ്ട്. ഇന്ന് കേരളത്തിലാകെ ഓവിനെ ആരാധിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് അതാണ് പെരുന്തൽക്കോവിൽ നരസിംഹമൂർത്തി ക്ഷേത്രം. ഓവ് പ്രതിഷ്ഠയിൽ ഓവിന് ശിവന്റെ ഒരു ഭൂതം വന്നിരുന്നു അദ്ദേഹത്തിന്റെ ജപം കേട്ടിട്ട്. മഹാദേവന്റെ ഭൂതഗണം ശിവനായിട്ടാണ് പൂജിക്കുക, അതിന് വിളിക്കുക അവിടെ ഉണ്ണിഭൂതം എന്നാണ്. ഇന്ന് ഏതൊരു ഭഗവാനെയാണോ നരസിംഹമൂർത്തിയായിട്ട് പെരുന്തൽക്കോവിലപ്പനായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്, ആ ഭഗവാനേക്കാൾ പ്രാധാന്യം അദ്ദേഹത്തിന് ഈ ജപം കൊണ്ട് വന്നു. പ്രധാന ദേവതയെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കൊട്ടാരക്കരയിൽ മഹാദേവനാണ് പ്രാധാന്യം എന്നുണ്ടെങ്കിലും ഗണപതിയാണ് പ്രശസ്തി. അതുപോലെ പേരിനെ ഒന്ന് നരസിംഹമൂർത്തി അമ്പലം എന്ന്, പ്രശസ്തി മുഴുവൻ ഉണ്ണിഭൂതത്തിനാണ്. എന്തും എത്രയോ കുട്ടികൾ ഇന്നിപ്പോ നിങ്ങളുടെയൊക്കെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാം, ഇന്ന് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വിഷാദ രോഗം, ഡിപ്രഷൻ, ഒരു ഉഷാറിയാ പറയില്ല നമ്മൾ കുട്ടികൾക്ക്. അതിന് സിദ്ധൌഷധമായിട്ട് അവിടെ ചെന്ന് ഉണ്ണിഭൂതത്തെ നമസ്കരിച്ചാൽ മതി എന്നാണ്. ഉണ്ണിഭൂതം കുട്ടികളുടെ കൂട്ടുകാരനാണ്. നിഷ്കളങ്കമായിട്ടുള്ള ഒരു ശിവഭൂതമാണ് ഉണ്ണിഭൂതം. ആ ഉണ്ണിഭൂതം അവരുടെ കൂടെ കളിച്ച് അവരുടെ ആ ഒരു ഉറക്കച്ചടവും അല്ലെങ്കിൽ അവരുടെ ആ സൈലന്റ് ആയിട്ടുള്ള മനോഭാവമൊക്കെ മാറ്റി കൊടുക്കുക. അതെങ്ങനെ ഉണ്ടായാലും നോക്കൂ, ഒരു ഭക്തൻ നിന്ന് ജപിച്ചിട്ടുണ്ടായ ഒരു ചൈതന്യമാണ്. നിങ്ങൾ ഇവിടെ ധർമ്മമുണ്ടോ ധർമ്മമില്ലേ ഒന്നും നോക്കണ്ട. ഈ ക്ഷേത്ര മതിലകത്തിനപ്പുറം ഭഗവാന്റെ ശരീരമാണ്. അവിടെ എവിടെയെങ്കിലും നിന്നുകൊണ്ട് നമശിവായ നമശിവായ എന്ന് സാധിക്കുന്നത്ര ജപിക്കുക. കാരണം നമുക്കറിയില്ല, നമ്മൾ കാരണം പോലും ചിലപ്പോൾ ഈ ഭഗവാന്റെ ചൈതന്യത്തിന് ലോപം സംഭവിച്ചിട്ടുണ്ടാവും. നമ്മളുടെ ഇടപെടലുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സകല അപരാധങ്ങളും ക്ഷമിക്കണേ ഭഗവാനെ കടക്കരയ്ക്ക് പറയാറില്ലേ? അറിയാതെ ചെയ്തു പോയ അപരാധങ്ങൾ ഒരുപാടുണ്ടാവും. നമ്മൾ അറിയില്ല അത് ദോഷമാണോ. ഇവിടെ ഇന്ന് പാചാര്യകരണം അല്ലെങ്കിൽ ശുദ്ധിക്രിയകളൊക്കെ നടക്കുന്നുണ്ട്. ഇനി കുറച്ചു ദിവസം കഴിഞ്ഞാൽ ശാന്തി ഹോമങ്ങൾ നടക്കും കലശ സമയത്ത്. നമ്മുടെ സമ്പ്രദായത്തിൽ കലശം നടക്കുന്ന സമയത്ത് ശാന്തി ഹോമങ്ങളുണ്ട്. അതിൽ പ്രശസ്തമായിട്ടുള്ള പല ശാന്തി ഹോമങ്ങളും നിങ്ങൾക്ക് അറിയായിരിക്കും. ശ്വാനശാന്തി എന്ന് പറഞ്ഞൊരു ഹോമുണ്ട്, ചോരശാന്തി എന്ന് പറഞ്ഞൊരു ഹോമുണ്ട്, അത്ഭുത ശാന്തി എന്ന് പറഞ്ഞൊരു ഹോമുണ്ട്, വാസ്തുശാന്തി എന്ന് പറഞ്ഞൊരു ഹോമുണ്ട്. ഇതൊക്കെ എന്തിനാ? ഇതൊരു ക്ലീനിങ് പ്രോസസ്സാണ്. അപ്പൊ നോക്കൂ, ഇന്നിവിടെ ശുദ്ധി ആചാര്യകരണം. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇവിടെ സംഭവിച്ചിട്ടുള്ള തെറ്റുകൾക്കൊക്കെ പ്രായശ്ചിത്തായിട്ട് ഹോമങ്ങൾ ചെയ്യും. അടുത്ത പ്രോസസ്സാണ്. അതും കഴിഞ്ഞിട്ടാണ് കലശം. എന്നുവെച്ചാൽ ആ ഇംപ്യൂരിറ്റീസ്, മാലിന്യങ്ങൾ മുഴുവൻ അങ്ങോട്ട് മാറ്റി എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ അതിനൊക്കെ ക്ഷമ പറഞ്ഞുകൊണ്ട് ആ ഭഗവാന്റെ ചൈതന്യത്തെ വീണ്ടും പൂർവാവസ്ഥയിൽ എത്തിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ, അൽഗോരിതം ഉണ്ടായി. അതിൽ നമ്മൾ പോലും ചിലപ്പോൾ ടേക്ക് പാർട്ടായിട്ടുണ്ടാവുന്ന ഞാൻ പറഞ്ഞു. ചില അശുദ്ധിക്ക് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ചിന്തിക്കുക. ഉദാഹരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, അവിടെ രണ്ട് ശാന്തി പറഞ്ഞല്ലോ. ഒന്ന് ചോരശാന്തിയാണ്. ചോരൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കള്ളൻ എന്നാണ്. ക്ഷേത്രത്തിനകത്ത് കള്ളൻ കയറി കഴിഞ്ഞാൽ അശുദ്ധിയാണ്. അതിന് വേണ്ട തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യണം. നമുക്കറിയില്ല, ചിലപ്പോൾ ഇവിടെ അറ്റംപ്റ്റുകൾ നടന്നിട്ടുണ്ടാവാം. നമ്മൾ അറിയാണ്ട് പല ആളുകളും ശ്രീകോവിലിനകത്ത് വന്നു പോയിട്ടുണ്ടാവാം. എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പോയതായിരിക്കാം, ചിലപ്പോൾ അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ അശുദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ദോഷം മാറാനായിട്ട് ചോരശാന്തി നടത്താറുണ്ട്. അതതിന്റെ വ്യംഗ്യാർത്ഥത്തിലുള്ളതാണ്. നോക്കൂ, അതിന് വേറൊരു അർത്ഥതലം കൂടി ഉണ്ട്. എന്താ അതിന്റെ അർത്ഥം? ദേവന്റെ സ്വത്ത് മോഹിക്കുക, അതാണ് ചോരൻ കള്ളൻ ചെയ്യുന്നത്, അല്ലെ? ദേവന്റെ സ്വത്ത് മോഹിക്കുക എന്നുള്ളതാണ് അപരാധം. നിങ്ങൾ ഗുരുവായൂരപ്പനെ പോയി കാണുന്ന സമയത്ത് ഗുരുവായൂരപ്പന്റെ കഴുത്തിൽ നെക്ലസ് കണ്ടിട്ട് എന്ത് നല്ല നെക്ലസാ ഭഗവാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും മോഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും ചോരനാണെന്നാണ് അർത്ഥം. കിട്ടിയാൽ കൊള്ളായിരുന്നു. ചില ആൾക്കാരൊക്കെ ചോദിക്കില്ലേ, എല്ലാം ഉള്ള ഭഗവാൻ എന്തിനാണ് സ്വർണം? അത് നമുക്കുള്ളതല്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്നവനാണ് ചോരൻ. അല്ലാണ്ട് ദേഹത്ത് മുഴുവൻ മെഴുക്ക് വെച്ചിട്ട് രാത്രി അമ്പലത്തിന് മതിൽ ചാടി പോകുന്ന ആൾക്കാർ മാത്രമല്ല. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ മഹാദേവന്റെ അമ്പലമായതുകൊണ്ട് മൂപ്പരയ്ക്ക് കാര്യമായിട്ട് ആഭരണങ്ങളൊന്നും ഇല്ലാത്തതിന് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ഒരു മോഹം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ശുദ്ധിയാണ്. ഗുരുവായൂരന്ന് പോകുമ്പോ ഇനി പറയില്ലാലോ, എന്ത് നല്ല കിരീടം. രണ്ട്,
ഇപ്പൊ നേരത്തെ പറഞ്ഞു ശ്വാനശാന്തി, അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ അതിന് നായശാന്തി എന്ന് പറയും. പൊതുവിൽ പറയാം അമ്പലത്തിനകത്ത് വട്ടി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ചില വിധിക്കപ്പെട്ടിട്ടുള്ള ആനിമൽസ് ഉണ്ട് തത്വശാസ്ത്രം അനുസരിച്ച്. അത് കയറി കഴിഞ്ഞാൽ അശുദ്ധിയുണ്ട്. അതിന് നമ്മൾ നമ്മുടെ തരത്തിൽ ചിന്തിക്കും, ഈ നായ എങ്ങനെയാണ് പ്രസാദത്തെ അശുദ്ധിയാക്കുന്നത്? രണ്ടു തരത്തിലാണ്. ഒന്ന്, അതിനെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് തൊട്ടിട്ട്. രണ്ടതിനെ ഗാണിച്ചിട്ട് അകത്തേക്ക് എടുത്തിട്ട് അതിന്റെ മണം. കടപ്പുഴയുടെ മുമ്പ് കൂടെ പോകുമ്പോ എന്ത് നല്ല ഉണ്ണിയപ്പം എന്ന് പറഞ്ഞ് വലിച്ചു കയറ്റുമ്പോ അവർക്ക് അശുദ്ധിയാണ്. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. നമ്മളാരും മഹാത്മാക്കളും സന്യാസിമാരെന്നല്ല. വിശന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അതിൽ തെറ്റൊന്നുമല്ല. അയ്യോ അതെന്തോ മഹാപരാധം, മഹാദേവൻ പുറകിൽ ശൂലം കൊണ്ടുപോടും, അങ്ങനെയൊന്നുമില്ല. നമ്മൾ സാധാരണ മനുഷ്യരാണ്. പക്ഷെ അതുകൊണ്ടൊരു ലോകം ചൈതന്യത്തിലുണ്ടായിട്ടുണ്ട്. എന്തിനാണ് നേദ്യം എഴുന്നള്ളിക്കുന്ന സമയത്ത് നമ്മളോട് കടപ്പുഴയുടെ ഭാഗത്ത് നിങ്ങൾ മാറി നിൽക്കാൻ, അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ഇത്ര മാറി നിൽക്കാൻ പറയുന്നത്? ആ നേദ്യം എഴുന്നള്ളിക്കാൻ മൂക്കിലൂടെ വലിച്ചു കയറ്റിയാൽ പിന്നെ നേദിക്കാൻ പറ്റില്ല, സാധിക്കില്ല ക്ഷേത്രത്തിന്റെ നിയമം അനുസരിച്ച്. നമ്മളല്ലാണ്ട് പല ആളുകളും അങ്ങനെ ചിലപ്പോൾ അറിയാണ്ട് ചെയ്തിട്ടുണ്ടാവാം. പാൽപ്പായസത്തിന് മണം എടുക്കുക. അത് നമ്മൾ കാരണം നമ്മൾ അറിയാതെ ഈ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ള ഒരു ചൈതന്യ ലോപാണ്. അതിനുള്ള ഒരു കർമ്മം നമുക്കുണ്ട്, അല്ലെ? ഇതൊക്കെ മാറ്റാൻ ഏറ്റവും നല്ല സമയമാണ് കലശം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ മാത്തമാറ്റിക്സ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഭഗവാന്റെ 10% ചൈതന്യം കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭഗവാൻ 50% ചൈതന്യം അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്ന സമയമാണ് കലശം. ഇവിടെ ഒന്ന് ചിരിച്ചാൽ മതി. ഏത് മഹാദേവൻ ഇല്ലാത്ത നാമങ്ങളുണ്ടോ? ശിവന്റെ സഹസ്രനാമുണ്ട്, ശ്രീരുദ്രനുണ്ട്, അല്ലെ? നമശിവായനേക്കാൾ മുകളിലുള്ളൊരു മന്ത്രമില്ല. ഏതാണോ താല്പര്യം അത് ചിരിക്കുക. എണ്ണം നിങ്ങൾ മറ്റേ സാധനം ഉണ്ടെങ്കിൽ പല ആൾക്കാരുണ്ട്, അത് ഞെക്കിക്കഴിഞ്ഞാൽ മാത്രമേ ജപം വരുള്ളൂ. അങ്ങനെയൊന്നുമില്ല. എത്രയാണോ കണക്കൊക്കെ ഭഗവാനിട്ടുണ്ടായിക്കോട്ടെ, എണ്ണൊന്നും വേണ്ട. ഇരുന്ന് ജപിച്ച് എഴുന്നേക്കുന്ന സമയത്ത് ഭഗവാനോട് പറയാ, ഭഗവാനെ ഞാൻ ഈ ജപിച്ചതിന്റെ ചൈതന്യം അങ്ങേക്ക്. എത്ര വലിയൊരു കാര്യമാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് മാത്രമല്ല, നോക്കൂ, ഞാനിതാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മുടെ കുട്ടികൾ ഇന്ന് വളർന്നു വരുന്നുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറാനിരിക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെ എവിടെയൊക്കെയോ താമസിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ജനിക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെ വിധി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് കൂടി അഭയസ്ഥാനമായിട്ട് മാറാൻ പോകുന്ന ഒരു ക്ഷേത്രത്തിന്റെ ചൈതന്യ വർധനവിലാണ് നമ്മൾ പങ്കാളികളാവുന്നത്. എത്ര വലിയ കാര്യമാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഈ ചൈതന്യമായിരിക്കും നമ്മുടെ പേരക്കുട്ടിയുടെ പേരക്കുട്ടിക്ക് ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്നത്. ആ കുട്ടി ഇവിടെ വന്നിട്ട് ശിവനെ എന്ന് വിളിക്കുമ്പോ ആ ഭഗവാൻ എന്താ മോനെ എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കൊടുക്കണം അങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് ആരും കലശത്തെ ദയവായിട്ട് എന്തൊക്കെയോ ചില ചടങ്ങുകൾ നടക്കണു എന്ന രീതിയിൽ കാണാതിരിക്കുക. ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ചടങ്ങുകളാണ് അകത്ത് നടക്കുന്നത്. അതിന് കലശാടുന്ന സമയത്തൊക്കെ തൃപ്പാളൂർ ഭാഗത്ത് ആരൊക്കെ ഉണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതിൽക്കെട്ടൊക്കെ നിറയണം ആളുകളെ കൊണ്ട്. കാരണം നമ്മുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ ആ പൂർണ്ണ ചൈതന്യാവസ്ഥയിൽ നമുക്ക് വേണ്ടി വീണ്ടും ഈ ക്ഷേത്രത്തിനകത്തേക്ക് മുഴുവനായിട്ട് അദ്ദേഹത്തിന്റെ ചൈതന്യം. നിങ്ങൾ ഈ പൊതുവിലെടുക്കുന്ന ലോജിക് ക്ഷേത്രത്തിൽ എടുക്കരുതേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സാധനമാണ്, എല്ലായിടത്തും ഈശ്വരൻ ഉണ്ടല്ലോ, ഈശ്വരൻ എന്ത് ചൈതന്യം കൂടുതൽ, ഈശ്വരൻ എന്ത് ചൈതന്യ കുറവ്. ആ ടെംപ്ലേറ്റ് ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ അല്ല. ക്ഷേത്രത്തിലിരിക്കുന്നത് വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിച്ചുള്ള ഒരു ചൈതന്യമാണ്. ആ ചൈതന്യത്തിന് കാലാകാലങ്ങളിൽ അതിന് ശോഷണം സംഭവിക്കും. എന്തിനധികം പറയുന്നു, നിങ്ങൾ ദയവായിട്ട് ചെയ്യാതിരിക്കുക. ഇവിടെ വന്നിട്ട് ഒരു പ്രാർത്ഥന ഭഗവാനോട് പറഞ്ഞ് അത് ഫലിക്കാണ്ടാവുമ്പോ നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമല്ലല്ലോ ശിവനെ എന്ന് പറയുന്നത് പോലും ഇവിടേക്ക് ദോഷം. ആ ഭഗവാന്റെ ചൈതന്യത്തെ വീണ്ടും കുറയ്ക്കുക. പിന്നെ ചില അമ്മമാരും ചില കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂരപ്പൻ എന്നോട് ചിരിക്കുന്നത് പോലെ എനിക്ക് വിഗ്രഹം നോക്കിയപ്പോൾ തോന്നി, ഗുരുവായൂരപ്പൻ കരയുന്നത് പോലെ തോന്നി, അല്ലെങ്കിൽ മഹാദേവൻ ചിരിക്കുന്നത് പോലെ തോന്നി. ഈ ചിരിക്കുകയും കരയുകയും വിഗ്രഹം ചെയ്യുന്നുണ്ടെങ്കിൽ അതും ദോഷം. അതിനാണ് അദ്വൈതാദി ഹോമം നടത്തുന്നത്. വിഗ്രഹത്തില് ചില ആൾക്കാർ പറയും വിഗ്രഹം ചിരിക്കുന്ന പോലെ തോന്നുന്നു, വിഗ്രഹം കരയണ പോലെ തോന്നുന്നു. ക്ഷേത്രത്തിലെ നിയമങ്ങൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇവിടെ നമുക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറങ്ങി നിൽക്കുന്ന ഒരു ചൈതന്യത്തെ ഒരു ആചാര്യൻ തന്റെ പ്രാണനിലേക്ക് കൊണ്ടുവന്ന് അത് ശ്വാസത്തിലൂടെ ഉയർത്തിയെടുത്ത് ആ ശ്വാസത്തിൽ നിന്ന് വിഗ്രഹത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ സ്വയംഭൂവായിരിക്കാം ചിലപ്പോൾ. ഖരമഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട അമ്പലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
പക്ഷെ ആ ആചാര്യനും അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രാണനിലൂടെ ആ ശിവനെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ മാത്രമല്ല ശിവനുള്ളത്, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ശിവനുണ്ട്. ആ ശിവനെ തിരിച്ചറിയാൻ, ആ ശിവനെ നമുക്ക് നോക്കിക്കാണാൻ നമ്മളൊരു കണ്ണാടി വെച്ചതുപോലെയാണ് ഇവിടുത്തെ ആ വിഗ്രഹം. അതിൽ നോക്കുമ്പോൾ കാണേണ്ടത് അത് ഏത് അമ്പലത്തിൽ പോയാലും മഹാദേവൻ ഇരിക്കുന്നിടത്ത് മഹാദേവൻ, ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് ഗുരുവായൂരപ്പൻ, മഹാദേവി ഇരിക്കുന്നിടത്ത് ദേവി, ആ അമ്മ അല്ലെങ്കിൽ ആ ഗുരുവായൂരപ്പൻ ആ മഹാദേവൻ തന്നെയാണ് ഈ ശ്രീകോവിലിനകത്തുള്ളത്, എന്റെ ഉള്ളിലുള്ളത്. ആ ചിന്തയാണ് ഉണ്ടാവേണ്ടത്. അത് ഏറ്റവും കൂടുതൽ പ്രകടമായിട്ട് കാണിക്കുന്ന ഒരാളാണ് അമ്മ. അമ്മയ്ക്ക് പല സ്ഥലത്ത് നിങ്ങൾ പോയാൽ കാണാം അമ്മയുടെ പ്രതിഷ്ഠയായിട്ട് വാൽക്കണ്ണാടി ഉണ്ടാവുക. വാൽക്കണ്ണാടി പ്രതിഷ്ഠ ദേവിക്ക് വളരെ കേമ. എന്തിനാ കണ്ണാടി? എന്തിനാണ് ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠിച്ചത്? നമ്മളിലുള്ള നമ്മളെ തന്നെ നോക്കിക്കാണാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് ഈ കലശ ചടങ്ങുകളിൽ നിങ്ങളുടെ പങ്കാളിത്തം ഇനിയുള്ള ദിവസങ്ങൾ, ഞാൻ തുടക്കത്തിലേ പറയണത്, കലശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവം പോലെ അല്ല സാധാരണ ആളുകൾ എടുക്കാറുള്ളത്. ആ ധാരണ മാറ്റി നമുക്കും ആ ശിവനെ പൂജിക്കാനും ആ ശിവനിലേക്ക് നമ്മളുടെ ഉള്ളിലുള്ള ശിവനെ കൊടുക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണണം എന്നുള്ളതുകൊണ്ടാണ്. രണ്ട്, ഈ ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ ഈ കലശത്തിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും സൗഭാഗ്യജനങ്ങളായിട്ടുള്ള ദിവസങ്ങളെ കുറിച്ച് ആലോചിക്കുക. ഇനി അങ്ങോട്ടൊക്കെ നിങ്ങൾ പോയിട്ട് ഭഗവാനോട് പറയുമ്പോഴേക്കും വീട്ടിലെത്തുമ്പോഴേക്കും കേൾക്കുന്നു പറയില്ലേ? അങ്ങനെയുള്ള ദിവസങ്ങളാണ് നമ്മളതിന് കാത്തിരിക്കുന്നത്. കാരണം ആ ചൈതന്യം ഇങ്ങനെ നിറഞ്ഞ് ഭഗവാൻ സന്തോഷമായിട്ട്, എന്റെ മക്കൾ എവിടെ, അവർ ചോദിക്കുന്നതൊക്കെ കുറെ ദിവസമായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല, കാരണം എന്റെ അടുത്ത് ഒന്നും ഉണ്ടാകുന്നില്ല, അതാ ഇപ്പൊ എനിക്ക് എല്ലാം ഉണ്ട്, ഞാനിതാ വാരിക്കോരി തരാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ള ഭാവത്തിലാണ് ഭഗവാനെ നിങ്ങൾ ഇന്ന് കാണേണ്ടത്. ആ ഭഗവാനെ നിത്യം ചെന്ന് നമസ്കരിക്കുക. സ്വന്തം അച്ഛനെ കാണാൻ തിങ്കളാഴ്ച നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്വന്തം അച്ഛനെ കാണാൻ പ്രദോഷവും തിരുവാതിരയും നോക്കേണ്ട ആവശ്യവും ഇല്ല. മക്കളെ എന്നും കാണുക എന്നുള്ളതാണ് അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യം. അതുകൊണ്ട് സാധിക്കുന്നവരൊക്കെ തന്നെ നിത്യവും തൃപ്പാടൂരപ്പനെ വന്ന് നമസ്കരിക്കുക. പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ട് നമസ്കരിപ്പിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഇവിടെയൊക്കെ ഓടിക്കളിച്ച് ഇറങ്ങുന്ന ചിലരൊക്കെ ഉണ്ടാവും, അവരൊക്കെയാണ് നാളത്തെ ഇവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറി. അങ്ങനെയാണ്. അവരുടെയൊക്കെ സാന്നിധ്യം ഇവിടെ ഉണ്ടായാൽ മതി. അവർ പ്രഭാഷണം കേൾക്കണമെന്നോ കലശം നടക്കുന്ന സമയത്ത് അവരെ ദോഷാചരണം പോലും നിർബന്ധമില്ല. സാന്നിധ്യം ഉണ്ടായാൽ മതി. ആ അമ്പലത്തിൽ കൂടെ അവർ ഓടി നടക്കട്ടെ, നോ പ്രോബ്ലം. ആ കുട്ടിയുടെ സാന്നിധ്യം അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസ്സുള്ള സമയമാണ് എനിക്ക് മനസ്സിലാവും. പക്ഷെ വൈകുന്നേരങ്ങൾ എനിക്ക് കല സമയത്തൊക്കെ മിക്ക സമയത്തും ഭഗവത് സേവ ഉണ്ടാവും. കലശമുള്ള സമയത്ത് ആ സമയത്ത് വന്ന് ഭഗവതിയുടെ സഹസ്രനാമം ജപിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അമ്മേ നാരായണ ജപിക്കുക. ഒരു കുട്ടിക്ക് നാമം മനസ്സിൽ ഉറപ്പിക്കാൻ കലശം പോലെ പ്രാധാന്യമുള്ളൊരു ചടങ്ങ് വേറെ ഇല്ല. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണതുകൊണ്ട് നമ്മൾ പറയാറില്ലേ, വൈശാഖ മാസത്തിൽ ഗുരുവായൂരപ്പനെ ഭജിക്കുമ്പോൾ ഗുരുവായൂരപ്പന്റെ നാമം ഒരു നാരായണ ജപിച്ചു കഴിഞ്ഞാൽ 1000 നാരായണ ജപിച്ച പോലെയാണ്. അതുപോലെ തന്നെ കലശം. ഈ കലശം നിങ്ങളുടെ നാടിന്റെ ഉത്സവമാണ്. ശരിക്കും ഈ നാട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരു ഡെപ്പോസിറ്റാണ് നമ്മൾ കൊടുക്കണം. ഭഗവാൻ നമ്മളിങ്ങനെ ജപിച്ചുണ്ടാക്കുന്ന ശിവനാണ് തലമുറകളോളം നമ്മളെ സംരക്ഷിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിനെ നിങ്ങൾ എങ്ങനെ ഏത് ഭാവത്തിൽ വേണമെങ്കിലും കണ്ടോളൂ. ഗുരുവായൂരപ്പനാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ണി. മഹാദേവൻ നിങ്ങൾക്ക് ഏതൊക്കെ ഭാവത്തിൽ കാണാം. അച്ഛനായിട്ട് കാണാം, മകനായിട്ട് കാണാം, ഗുരുനാഥനായിട്ട് കാണാം, സുഹൃത്തായിട്ട് കാണാം, ഏത് ഭാവത്തിലും കാണാം. ഇവിടെ ഗായത്രിപ്പുഴയിലൊക്കെ പിതൃക്കളുടെ കർമ്മങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭഗവാനാണ് ഏറ്റവും കൂടുതൽ ഈ എല്ലാവരും ഉപേക്ഷിച്ചവരെ സ്ഥിതിയിരിക്കുന്ന ആൾ. ആരും ഇല്ലാണ്ടായിരുന്നു നിങ്ങൾ ഈ തൃപ്പാളൂരുള്ള ആർക്കും പറയേണ്ട ഗതികേട് ഭഗവാൻ വരുത്തില്ല. എനിക്കാരുമില്ലല്ലോ. ഇന്ന് സൂയിസൈഡ് നടക്കുന്ന സമയത്ത്, ആത്മഹത്യ നടക്കുന്ന സമയത്ത് കത്ത് എഴുതി വെച്ചിട്ടുള്ള ആത്മഹത്യയാണെങ്കിൽ ആ ആത്മഹത്യാ കുറിപ്പിലൊക്കെ മിക്കതും ഉണ്ടാവുന്ന ഡയലോഗാണിത്. എനിക്കാരുമില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഞാൻ തനിച്ചായി പോയി. ആ 3 വാചകം പറയേണ്ട ഗതികേട് ഈ ദേശത്ത് വരുന്ന ജനിക്കുന്ന ഒരു കുട്ടിക്കും ഉണ്ടാവില്ല. കാരണം സദാസമയവും ആ അച്ഛന്റെ വാത്സല്യം എപ്പോഴും കൂടെ ഉണ്ടാവും. അദ്ദേഹത്തിന് നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? അതൊരു പിൻവിളക്കോ കൂവളമാലയോ പ്രദോഷ സമയത്തൊരു നേദ്യമൊന്നുമല്ല. നമ്മുടെ കറകളഞ്ഞ സ്നേഹം മഹാദേവന് കൊടുക്കുക. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഭഗവാൻ കൊടുക്കാൻ പറഞ്ഞ ഏറ്റവും നല്ല ഗിഫ്റ്റാണ് നിങ്ങളുടെ വീട്ടിലെ കുട്ടികളും. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല. നമശിവായല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം അത് പറയണ്ടായി. ഇപ്പൊ നമ്മൾ ഈ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഈ സന്ധ്യാസമയത്ത് നാമം ജപിക്കുക എന്ന് പറഞ്ഞ ഏർപ്പാടേ ഇല്ല. നാമം ജപിക്കുക എന്നല്ല ആ പ്രോസസിന്റെ പേര്. ഞങ്ങളുടെ ഭാഗത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമശിവായില്ല സന്ധ്യക്ക്. ഒരു പ്രോസസ് ഉണ്ടല്ലോ അല്ലെ, നമശിവായ, നാരായണായ, നമാച്യുതായ, നമാനന്ദായ, ഗോവിന്ദായ, അങ്ങനെ കുറച്ചെണ്ണം കഴിയും.
പിന്നെ ഞാറ്റുവേലകളുടെ പേര് പറയും, നാടുകളുടെ പേര് പറയും, പിന്നെ 2 പിന്നെ 16 പേരുള്ള ചൊല്ലി കഴിഞ്ഞാലാണ് എന്തെങ്കിലും കിട്ടുള്ളൂ. ഇന്നിപ്പോ ആ സമയത്ത് സന്ധ്യാദീപവും നന്ദഗോവിന്ദം ഭജൻസൊക്കെയാണ്, അല്ലെങ്കിൽ പ്രഭാഷണങ്ങളൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വല്ലാണ്ട് ഓൺലൈൻ റെക്കമെൻഡേഷൻ ചെയ്യാറില്ല ഇപ്പോ. എന്താ വെച്ചാൽ ഒരു ചേച്ചി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗുരുവായൂരുണ്ടോ പറഞ്ഞു, വ്യാസന്റെ പ്രഭാഷണങ്ങൾ ഞാനിപ്പോ യൂട്യൂബിൽ കേൾക്കാറില്ല. ഞാൻ പറഞ്ഞു എന്ത് പറ്റി വെച്ചാൽ നമ്മൾ കണ്ടു പരിചയമുള്ള വീഡിയോകളുടെ സജഷനാണ് നമുക്ക് താഴെ വരിക അല്ലെ. ചേച്ചി ഗോപിക ഗീതത്തിന്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ താഴെ കണ്ടത് ഇത്രയും നാളത്തെ ചേച്ചിയുടെ യൂട്യൂബ് ഹിസ്റ്ററി വെച്ചിട്ട് തലേ ദിവസത്തെ ചോറുകൊണ്ട് എങ്ങനെ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പൊ ഗോപിക ഗീതൊക്കെ പോയി. ഇത് കുറച്ചു നേരം കാണാൻ അപകടമാണ്. ഇവിടെ ആവുമ്പോ ലൈവായിട്ടുള്ള സത്സംഗം ആവുമ്പോ അത്രയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാം, ഭഗവാന്റെ കഥകൾ കേൾക്കാം അല്ലെ. കഴിഞ്ഞ ദിവസം ഒരു അമ്മ ഗുരുവായൂർ പറയുകയും ചെയ്തു. ഞാൻ തൊഴുതുകൾ മാറുന്ന സമയത്ത് ബാക്കിൽ നിന്ന് മുത്തശ്ശി വയ്ക്കുകയാണ് അമ്മയടുത്ത്, എങ്ങനെയുണ്ട് ഗുരുവായൂരപ്പനെ കാണാൻ? ലൈവില് കാണുന്നത്ര പോരാ, അപ്പൊ അങ്ങോട്ട് സൂം ചെയ്ത് S23 അഭിപ്രായം വെച്ചിട്ട് ലൈവായിട്ടുള്ള ഏറ്റവും നിരന്തരമായിട്ടുള്ള സത്സംഗങ്ങൾക്ക് ആ പ്രയാസമൊന്നുമില്ല. ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ചാണ്, നമ്മളെല്ലാവരും ഭഗവാന്റെ മക്കൾ. ആ സങ്കല്പത്തിൽ നിങ്ങൾ ഈ ദേശത്ത് വന്ന് ജനിച്ചതിന് നിങ്ങളുടെ പൂർവികരോടും മഹാദേവനോടും നന്ദി പറയാം. നിങ്ങൾ വിധിയെ പോലും പേടിക്കേണ്ട ആവശ്യമില്ല. എന്താ നിങ്ങൾ വിധിയെ പേടിക്കുന്നത്? ഏതൊരാളും പറയണ ഒരു ഡയലോഗാണ്, അതൊക്കെ വിധിയാണല്ലോ. പ്രിയപ്പെട്ടവരെ, വിധിയാണ് ശരി എന്നുണ്ടെങ്കിൽ മാർക്കണ്ഡേയൻ 16-ാമത്തെ വയസ്സിൽ ദേഹം ഉപേക്ഷിക്കണമായിരുന്നു. ഉപേക്ഷിച്ചു. 16-ാമത്തെ വയസ്സിൽ മരിക്കേണ്ട കുട്ടിയായിരുന്നു ആര്? മാർക്കണ്ഡേയൻ. മഹാദേവൻ അനുഗ്രഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വല്ല ഈ അൺലിമിറ്റഡ് പാക്കേജ് പോലെയാ. 16-ാമത്തെ വയസ്സിൽ മരിക്കേണ്ട കുട്ടിയാണ് ഭഗവാൻ പിടിച്ച് ചിരഞ്ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ പരിസരത്തൊന്നും നിന്ന് എന്ത് പറയരുത്. ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ അയാളോട് ഈ കുറച്ച് നമുക്ക് ഇത്തിരി സന്തോഷം ഉണ്ടാവട്ടെ, അതൊക്കെ വിദ്യ. അകത്തൊരാൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം കാലനെ വധിക്കുന്നതിന് മുമ്പ് പറഞ്ഞത്രേ, കാല നീ വെറും കാലനാണ്, ഞാൻ മഹാകാലനാണ്. അങ്ങനെയുള്ള തൃപ്പാളകപ്പനാണ് നടത്തിയിരിക്കുന്നത്. വിധിയെ പോലും നിങ്ങൾ ഭയക്കണ്ട എന്ന് പറയുമ്പോൾ പിന്നെ ഇതിന് നമ്മൾ ഭയക്കണം. ആകെ എന്തേ ചെയ്യേണ്ടുള്ളൂ? ശിവനെ ഭജിക്കുക, മഹാദേവനെ ഭജിക്കുക. ഈ പ്രദേശത്തുള്ള ആളുകൾ മഹാദേവനെ ഗുരുവായൂരപ്പനായിട്ട് കണ്ടോണ്ട് ഭജിച്ചോളൂ. എന്താ കുഴപ്പം? ഗുരുവായൂരപ്പൻ നിങ്ങൾ മഹാദേവനായിട്ട് കണ്ടോളൂ. തന്നെ ഇത് പറയാൻ ഏറ്റവും നല്ല ദിവസം. എനിക്കിവിടെ ഇങ്ങനെ വിശേഷമായിട്ട് പ്രതിഷ്ഠ ഞാൻ എവിടെയും കണ്ടില്ല. ഒരു ഭാഗത്ത് നരസിംഹമൂർത്തിയും ഒരു ഭാഗത്ത് മഹാവിഷ്ണു, നടുവിൽ ഭഗവാനും. ഇന്നത് പറയാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ദിവസം. ഈ ശിവനെയും വിഷ്ണുവിനെയും ഒന്നായി കാണേണ്ട ദിവസങ്ങളിൽ ഏറ്റവും പ്രാധാന്യം എനിക്ക് തോന്നുന്നു ഇന്നാണ് കൊട്ടിയൂർ ആലിംഗന പുഷ്പാഞ്ജലി ഉണ്ടാകുന്നത്. സതിയുടെ ദേഹത്യാഗം കൊണ്ട് വിഷമിച്ച് അല്ലെങ്കിൽ ക്രോധാവസ്ഥയിൽ ഇരിക്കുന്ന ഭഗവാനെ തണുപ്പിക്കാനായിട്ട് ആശ്വസിപ്പിക്കാനായിട്ട് മഹാവിഷ്ണു കെട്ടിപ്പിടിച്ചിരുന്നു എന്നാണ്. കൊട്ടിയൂരതുണ്ട്, നിങ്ങൾ പോയാൽ കാണാം. അവിടുത്തെ ആ കർമ്മി അദ്ദേഹം ആ ശിവലിംഗത്തിലേക്ക് നിങ്ങൾ കെട്ടിപ്പിടിച്ച് അവിടെ കിടക്കും, മണിക്കൂറുകളോളം കിടക്കും പുഷ്പാഞ്ജലി കഴിഞ്ഞിട്ട്. ആ സമയത്ത് അദ്ദേഹം വിഷ്ണു എന്നാണ് സങ്കല്പം. കൊട്ടിയൂർ പോയിരുന്നു. എത്ര പേര് പോയി? കൊട്ടിയൂർ പോകുമ്പോ ഏത് നാമാ ചൊല്ലണേ? രാമാന്നാണോ? ഗോവിന്ദ ഹരി ഗോവിന്ദ അല്ലേ? പഞ്ചാക്ഷരത്തിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടോ കൊട്ടിയൂര്, അത്രത്തോളം പ്രാധാന്യം ഏത് നാമത്തിനുണ്ട്? ഗോവിന്ദ നാമത്തിനുണ്ട്. കൊട്ടിയൂരപ്പനെ കാണാൻ പോകുമ്പോ ഗോവിന്ദനാമം ചൊല്ലിക്കൊണ്ടാ പോണത്. ഇത് രണ്ടുപേരും ഈക്വലി കണക്റ്റഡാണ്. രണ്ടുപേരെ കുറിച്ച് രണ്ട് കഥകൾ പല പാരമ്പര്യത്തിലും പറയുന്നുള്ളൂ. ഇവിടെ നോക്കൂ, മഹാവിഷ്ണു ഭഗവാനെ ആലിംഗനം ചെയ്തു. ഭഗവാന്റെ ആ കോപത്തെ ശമിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഭഗവാൻ ആ വിഷമത്തെ മാറ്റാനായിട്ട് മഹാവിഷ്ണു ആലിംഗനം ചെയ്തു. മറ്റൊരു പാരമ്പര്യത്തിൽ പറയുക, മഹാവിഷ്ണു നരസിംഹാവതാരം എടുത്ത സമയത്ത് അവിടെ ഉണ്ടല്ലോ നരസിംഹമൂർത്തി. ആ നരസിംഹമൂർത്തിയുടെ ക്രോധത്തെ തണുപ്പിക്കാനായി, അല്ലെങ്കിൽ ആ ക്രോധത്തെ മാറ്റാനായി മഹാദേവൻ എടുത്ത അവതാരത്തെ കുറിച്ച് പറയാറുണ്ട്. ഏതാണ്? ശരഭം. ആ ശരഭാവതാരം എടുത്തിട്ടാണ് നരസിംഹമൂർത്തിയുടെ കോപത്തെ ഭഗവാൻ ശമിപ്പിച്ചത്. ഇവിടെ ഒരു ഭാഗത്ത് സതിയുടെ ദേഹത്യാഗം കൊണ്ട് വിഷമിക്കുന്ന ശിവനെ മഹാവിഷ്ണു ആശ്വസിപ്പിക്കുന്നു. ഇപ്പുറത്തെ ഒരു ഭാഗത്ത് നരസിംഹമൂർത്തിയാകുന്ന കോപത്തിന്റെ മൂർത്തിയെ ശിവൻ ആശ്വസിപ്പിക്കുന്നു. രണ്ടും ഒന്ന് തന്നെ, രണ്ട് കോണ്ടെക്സ്റ്റ് പറയുന്നു. അങ്ങനെയുള്ള അഘോരമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ഇരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രം ഏതാ? ആ ഭാവമാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു
കൃഷ്ണൻ അമ്പലമുണ്ട്. അത് പണ്ട് മഹാവിഷ്ണു നരസിംഹാവതാരം എടുത്ത സമയത്തുള്ള ആ ഭാവമാണെന്നാണ് പറയുക. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ശരഭമൂർത്തി എന്ന് വിളിക്കുന്നത് ചെയ്യാം. അവർക്ക് പറഞ്ഞോളൂ, ഏതമ്പലം? 108 ശിവാലയങ്ങളിലുണ്ട്. ഏറ്റുമാനൂർ അഘോരമൂർത്തി ശരഭമൂർത്തിയാണ്. വെച്ചാൽ ഈ നരസിംഹമൂർത്തിയുടെ കോപത്തെ ശമിപ്പിക്കാനായിട്ട് ഭഗവാൻ എടുത്ത ഭാവമാണെന്നാണ് സങ്കല്പം. അതുകൊണ്ട് ദയവായിട്ട് കൈലാസനാഥൻ ഫാൻസും മഹാഭാരതം ഫാൻസും ഒരു പൊടിക്കടഞ്ഞ് ശിവനിൽ വിഷ്ണുവിനെയും വിഷ്ണുവിൽ ശിവനെയും കാണാൻ പഠിക്കുക. മന്ത്രം അന്യോന്ത്ര ഏതെന്നുള്ള ദോഷം അമ്പലത്തിനകത്ത്. ഒരിക്കലും ശ്രീകോവിലിനകത്ത് കഴിഞ്ഞിട്ട് മഹാവിഷ്ണുവിനെ നമശിവായ കൊണ്ട് പഞ്ചാക്ഷരം ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അർച്ചിക്കാൻ പറ്റില്ല. അന്യമന്ത്ര ഏതെങ്കിലും ദോഷമുണ്ട്. പക്ഷെ നമുക്ക് ലൈസൻസ് ഉണ്ട്. അമ്പലത്തിന്റെ വാക്കിൽ നിങ്ങൾക്ക് നാമച്ചല്ല. ഇവിടെ നിന്ന് നിങ്ങൾ നാരായണ ചോദിച്ചോളൂ, ഇവിടെ നിങ്ങൾ ലളിതാസഹസ്രനാമം ചോദിച്ചോളൂ, അതിന്റെ കൂടെ ശിവന്റെ സഹസ്രനാമം ചോദിച്ചോളൂ. അത് പുറത്ത്. അകത്ത് ലൈസൻസിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അന്യമന്ത്ര എന്നുള്ളൊരു ദോഷ. മറ്റൊരു ദേവതയുടെ മന്ത്രം കൊണ്ട് ഒരു ദേവനെ പൂജിക്കുക അത് പാടില്ല. പക്ഷെ ഭക്തർക്കുമല്ല. ഇവിടെ കലശം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, അതിപ്പോ ശിവന്റെ അമ്പലത്തിലായിക്കോട്ടെ, വിഷ്ണുവിന്റെ അമ്പലത്തിലായിക്കോട്ടെ, വേട്ടക്കന്റെ അമ്പലത്തിലായിക്കോട്ടെ, ഹനുമാന്റെ അമ്പലത്തിലായിക്കോട്ടെ, വാട്ടവർ കലശം സമയത്ത് അഭിഷേകം ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട കലശങ്ങളിൽ ഒന്ന് തത്വകലശവും ഒന്ന് ബ്രഹ്മകലശവുമാണ്. സർവ്വതിലുള്ളത് ആ പരബ്രഹ്മം തന്നെയാണെന്നുള്ള ഭാവമാണ്. അല്ലാണ്ട് വിഷ്ണു കലശം ശിവകലശം എന്നുള്ള പേരില്ല. സർവ്വതിലുള്ളത് ബ്രഹ്മം. അതുകൊണ്ട് ആ ഭഗവാനെ ചെന്ന് കാണുന്ന സമയത്ത് ആ ബ്രഹ്മബോധം ഉണ്ടാവാൻ സാധിച്ചാൽ നല്ലതാണ്. അവിടെ കുട്ടികളെ കൂടെ നമശിവായ ജലിക്കാൻ പറഞ്ഞത്. കാരണം കുട്ടിക്കുള്ളത് നമശിവായ, അവിടെ കാണുന്നതും നമശിവായ. അതാണ് യഥാർത്ഥത്തിലുള്ള തത്വമസി. ഏറ്റവും ശുദ്ധമായിട്ട് ബ്രഹ്മഭാവത്തിലുള്ള 2 പേര് ഗുരുവായൂരപ്പനെ മേൽപ്പത്തിൽ വിളിക്കാറുണ്ടല്ലോ, പ്രതിനിമിഷ നവീനൻ അല്ലെ. ഓരോ നിമിഷം നോക്കുന്തോറും പുതിയതായി ഫ്രഷായി കാണുന്നവൻ. ദിവ്യ ഐശ്വര്യ ഇപ്പൊ ജനിച്ചൊരു കുട്ടിയുടെ ഭാവം. അതുപോലെ തന്നെയാണ് മഹാദേവനും. ഏറ്റവും ശുദ്ധരിൽ ശുദ്ധൻ, നിഷ്കളങ്കരിൽ നിഷ്കളങ്കൻ. ദയവായിട്ട് ഭഗവാന്റെ സഹസ്രനാമത്തിന് ഇല്ലാത്ത പേര് ഭഗവാന് ചാർത്തി കൊടുക്കാതിരിക്കുക. ഞാൻ പല പ്രഭാഷണങ്ങൾക്ക് മുമ്പ് റിസർച്ച് ചെയ്ത് നോക്കിയിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓം ക്ഷിപ്രഗോപ്യായ നമഃ അങ്ങനൊന്നുമില്ല. മഹാദേവന്റെ സഹസ്രനാമങ്ങൾ ഞാൻ കണ്ടില്ല. ഓം ക്ഷിപ്രഗോപിയെ നമ. ശ്രീരുദ്രൻ എന്ന് പറയുന്ന സമയത്തുണ്ട് മന്യു എന്നുള്ള ശബ്ദം കൊണ്ട് ഭഗവാനെ ഭജിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇല്ലാത്തൊരു വികാരം ഭഗവാനിലേക്ക് ചാർത്തി കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളിരിക്കുന്ന എത്ര പേര് ഗുരുവായൂരപ്പനോട് എടുക്കുന്ന ലൈസൻസ് നിങ്ങൾ മഹാദേവനോട് എടുക്കുന്നുണ്ടെന്ന്. അതൊന്നും പറ്റില്ല കേട്ടോ. ഗുരുവായൂരപ്പൻ നാളെ നമുക്ക് എടുത്തുകൊണ്ട് നടക്കാം, ഗുരുവായൂരപ്പൻ നമുക്ക് വെള്ളം കൊടുക്കാം, ഗുരുവായൂരപ്പൻ നമുക്ക് ഫ്ലൂട്ട് വായിച്ചു തരും. ഇദ്ദേഹം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കണ്ണു തുറക്കത്രേ. ഭയം കൊണ്ട് സ്വന്തം അച്ഛനെ നോക്കിക്കാണെന്ന് പറയുന്നതിനേക്കാൾ വലിയ അപരാധം വേറല്ല. എന്തിനാണ് മഹാദേവന്റെ നമ്മുടെ ഇടയിൽ ഒരു ഭയത്തിന്റെ അതിർവരമ്പ് നമ്മൾ ഉണ്ടാക്കുന്നത്? അറിയാണ്ടൊന്ന് നന്ദിയെ തൊട്ടുപോയാൽ, അറിയാണ്ടൊന്ന് ഓവ് ക്രോസ് ചെയ്ത് പോയാൽ, അറിയാണ്ടൊന്ന് ബലിക്കല്ലിൽ ചവിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ കത്തിക്കുന്ന ആളാണ് ശിവൻ എന്നുള്ള ഒരു വ്യാഖ്യാനമുണ്ടല്ലോ. അതാണ് മഹാദേവനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. ശിവലിംഗത്തിന്റെ കണ്ണിന് ചവിട്ടി നിന്ന ഭക്തരുണ്ട്. ഈ ഇടത്തെ കാലെടുത്ത് പൊക്കി അതിന്റെ പെരുവിരൽ കൊണ്ട് ശിവലിംഗത്തിന്റെ കണ്ണിൽ ചവിട്ടിയിട്ട് ശിവനെ എന്ന് വിളിച്ച ഭക്തനുണ്ട്, കണ്ണപ്പൻ. ശിവലിംഗത്തിന് പന്നിമാംസം നേദിച്ച ഭക്തനുണ്ട്. ശിവലിംഗത്തിന്റെ മുകളിലേക്ക് തുപ്പിയിട്ട് ഇതെന്റെ ധാരയായിട്ട് സ്വീകരിക്കണേ എന്ന് പറഞ്ഞ ഭക്തനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാ കണ്ണപ്പൻ. ശ്രീകാളഹസ്തി പോയിട്ടുണ്ടാവല്ലോ അല്ലെ, അവിടെ ഇരിക്കുന്ന ഭഗവാൻ വായുലിംഗം. ഭഗവാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ തൃപ്പാവൂരപ്പനെ ഭയക്കാതിരിക്കും. അച്ഛനെ പേടിയാണെന്നൊരു കുട്ടി പിടിച്ചു പറയുന്നതിനേക്കാൾ വലിയ അപമാനം എന്താണുള്ളത്? ഞാനൊക്കെ പല പ്രഭാഷണങ്ങൾക്കായിട്ട് പല ദിക്കിലേക്കും പോകുമ്പോൾ അവിടെ വിശ്രമിക്കാനുള്ള ഒരു വീടുണ്ടെങ്കിൽ, പ്രഭാഷണം തുടങ്ങാൻ ഇത്തിരി സമയം ഉണ്ടെങ്കിൽ ആദ്യം ഒരു നാരങ്ങവെള്ളം തരും, രണ്ടാമത് അവരുടെ കല്യാണത്തിന്റെ ആൽബം തരും, നോക്കിക്കോളും. ഇഷ്ടം പോലെ സമയം ഉണ്ടല്ലോ. അതും കഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ അവളുള്ള ചെറുതിനെടുത്തിട്ട് വടി വെച്ചിരും. പിന്നെ നമ്മൾ ലോക്കിന് ട്രാപ്പണാണ്. പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ നോക്കുക എന്നുള്ളതാണ് ചുമതല. എന്റെ അടുത്ത് ചിലപ്പോൾ സ്പെയർ മുണ്ടൊന്നും ഉണ്ടാവാറില്ല, അതുകൊണ്ട് ഇത്തിരി അപകടം. ഒരു സമയത്ത് അങ്ങനെ പോയപ്പോ അവിടെ തൊട്ടാണ് ഞാൻ ഈ ഡയലോഗ് നോട്ട് ചെയ്യാൻ തുടങ്ങിയത്. അമ്മ കുടുംബശ്രീക്കോ അംഗനവാടിക്കോ എങ്ങോട്ടോ പോയിരിക്കുക. അപ്പൊ ചെറുതിനെ എടുത്തിട്ട് തരാൻ വേണ്ടിയിട്ട് അച്ഛൻ ചെറുതിന്റെ അടുത്ത് അച്ഛന്റെ സ്വത്ത് വരൂ, അച്ഛന്റെ കുട്ടി വരൂ എന്നൊക്കെ പറഞ്ഞ് അതിനോട് വിളിച്ചു. അത് അച്ഛനെ കണ്ടപ്പോ ജീവനും കൊണ്ട് വിടുക.
ആള് ഈ ചെറിയ സാധനമായതുകൊണ്ട് അതിനെ ഓടുമ്പോ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര അങ്ങനെ ഓടും. അദ്ദേഹം ആണെങ്കിൽ ഇത്തിരി പടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന്റെ പിന്നാലെ ഓടാൻ പറ്റണ്ടേ. അമ്മയെ കണ്ടതോടെ കുട്ടി അമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടി ചെന്ന് അമ്മയുടെ പുറകിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോഴും ഇദ്ദേഹം സ്വത്തേ വരൂ. കുട്ടിയാണെങ്കിൽ നാട്ടുകാർ മുഴുവൻ കേൾക്കട്ടെ, അമ്മയുടെ കൂടെ കുടുംബശ്രീ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ കേൾക്കട്ടെ എന്ന് കുറച്ച് ഉറക്കങ്ങൾ പറഞ്ഞു. എനിക്ക് അച്ഛനെ പേടിയാണ്. അദ്ദേഹം എന്റെ മുഖത്തേക്ക് എന്റെ കുട്ടിയാ. അദ്ദേഹത്തിന്റെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവുന്ന ആലോചിച്ചു. ഈ ഭാവത്തിലാണ് ഭഗവാനെ മഹാദേവൻ എന്ന് 90% ആൾക്കാരും കാണുന്നത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത് കത്തിക്കുന്ന ഫയർഫോഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ഭഗവാൻ. ശിവൻ എന്ന് പറഞ്ഞാൽ എന്താ? ശിവൻ എന്ന് പറഞ്ഞ തീയ. ഇങ്ങനെ അപമാനിക്കാതിരിക്കുക ഭഗവാനെ. ഭയത്തിന്റെ പേരിൽ ഭഗവാനെ അപമാനിക്കാതിരിക്കുക. ഭഗവാൻ സ്നേഹത്തിന്റെ നിറകുടാണ്, കാരുണ്യത്തിന്റെ കടലാണ് ശിവൻ. ഞാൻ പറഞ്ഞു, സർവരും ഉപേക്ഷിച്ചാലും നിങ്ങളെ ഉപേക്ഷിക്കില്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ചൈതന്യമാണ് ശിവൻ. സ്വന്തം വീട്ടുകാർ പോലും വേണ്ടാന്ന് വെക്കും. ഇത്ര നാൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടാവും. അപ്പോഴും കൂടെ ഉണ്ടാവുക ഭഗവാനാണ്, ഓർത്തോളൂ. അതുകൊണ്ടാണ് ത്രിമൂർത്തികളിൽ ഒരാൾ മാത്രം നമ്മളോടൊപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊന്ന് താമസിക്കണം. ഭഗവാൻ താമസിക്കുന്നത് കൈലാസത്തിൽ മാത്രമല്ല, ഭഗവാൻ താമസിക്കുന്നത് ശ്മശാനത്തിൽ കൂടിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എല്ലാവരും അങ്ങോട്ട് പോകേണ്ടവരാ. ഓർത്തോളൂ, ഞാൻ എന്റെ അനുഭവം കൊണ്ടാണ് പറയണത്. ചിത കത്തിത്തീരുന്നത് വരെ പോലും കാത്തു നിൽക്കാത്ത ആളുകളുണ്ട്. അയ്യോറമ്പടത്തെ ഒരു കളിയാട്ട സമയത്ത് പോയ സമയത്ത് ഒരു ബോർഡ് ധരിപ്പിക്കുമ്പോ ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, ഇനിയും നിന്നാൽ ആംബുലൻസിന് വാടക കൂടും. കത്തിത്തീരുന്നവർ നിന്നാൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു ജീവിതകാലം മുഴുവൻ നമ്മൾ ഒഴിഞ്ഞു വെക്കുന്നത്. ആലോചിച്ചു. എല്ലാവരും അങ്ങനെയെന്നല്ല പറഞ്ഞത്, അങ്ങനെയുള്ള ആളുകളുണ്ട്. 16ാമത്തെ ദിവസം എന്തൊക്കെ മെനു വേണമെന്ന് അപ്പൊ വാട്സാപ്പിൽ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദയവായിട്ട് ഈ ശാശ്വതമായി നിൽക്കുന്ന ശിവനെ ഭജിക്കുക. അദ്ദേഹം നമുക്ക് വേണ്ടി, നമ്മൾ ദഹിപ്പിക്കപ്പെട്ട സ്ഥലത്ത് നമുക്ക് വേണ്ടി കാത്തിരിക്കും. എല്ലാവരും ഉപേക്ഷിച്ച് പോകുമ്പോൾ ഭഗവാനെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് നോക്കി ഭഗവാൻ ചിലപ്പോൾ ഒരു ചിരിയിരിക്കും. ആ ചിരിയിൽ കുറ്റബോധം നമുക്ക് ഉണ്ടാവരുത്. എന്നും കണ്ട് പരിചയമുള്ള ഒരാളോട് ചെല്ലുന്ന പോലെ ഓടി ചെല്ലാൻ പറ്റണം. ഈ തൃപ്പാളൂർ ഇത്രയും നാൾ ആ ശ്രീകോവിലും ഞാൻ കണ്ടിരുന്നത് ഇദ്ദേഹത്തെ ആണല്ലോ എന്നുള്ള ഭാവത്തിൽ ഓടിച്ച് നമസ്കരിക്കാൻ പറ്റണം. ഭഗവതിയെ കുറിച്ച് പറയുന്ന സമയത്ത് കാക്കശ്ശേരി ഭട്ടത്തിൽ എഴുതിയ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം ഉണ്ടല്ലോ, ആപതിക്കും കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായ. ആപത്ത് വരുമ്പോ എന്ത് ചെയ്യണം? അമ്മയുടെ പാതാരവിന്ദങ്ങളെ സ്മരിക്കണം എന്നാണ്. നോക്കൂ, സ്മരിക്കണം എന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പരിചയം ഉണ്ടാവണം. പരിചയമുള്ള ആൾക്കാരെ സ്മരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഫോട്ടോയോ വീഡിയോയോ ശബ്ദമോ എന്തെങ്കിലും ഒന്നുമായിട്ട് കോൺടാക്ട് ഉണ്ടാവണം. അപ്പോഴേ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുള്ളൂ. സ്മരണീയം എന്നുള്ള വാക്കാണ് ഉദ്ദേശിച്ചത്. സ്മരിക്കണം എന്നുണ്ടെങ്കിൽ മുൻകൂട്ടിയുള്ള ബന്ധം ഉണ്ടാവണം. ശിവനെ സ്മരിക്കണം എന്നുണ്ടെങ്കിൽ ശിവനുമായിട്ടുള്ള ബന്ധം ഉണ്ടാവണം. 2 കാലുകൾ ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാൻ നമസ്കരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കിടക്കുന്നിടം കൈലാസം എന്നുള്ള ഭാഗത്തിൽ നമസ്കരിക്കുക. സൗന്ദര്യലഹരിയിൽ ഭഗവത്പാദർ പറയണ്ടല്ലോ, ഭഗവാനെ ഞാൻ വെറുതെ ഇങ്ങനെ നടക്കണ സമയത്തൊക്കെ അമ്മേ, ഈ വെറുതെ നടക്കണതൊക്കെ അമ്മയ്ക്കുള്ള പ്രശ്നങ്ങളാവട്ടെ, ഞാൻ ഈ കൈ കൊണ്ടും കാലും കൊണ്ടും കാണിക്കണ കരാശൊക്കെ അമ്മയ്ക്കുള്ള മുദ്രകളാവട്ടെ, ഞാൻ ഈ വായിൽ തോന്നിയത് പറയുന്നത് അമ്മയ്ക്കുള്ള മന്ത്രങ്ങളാവട്ടെ, അതുപോലെ മഹാദേവനെ കാണാൻ ശ്രമിക്കുക. ഭഗവാൻ അത്ര സിമ്പിളായിട്ടുള്ള ഒരാളാണ്. എല്ലാവരും വേണ്ടാന്ന് വെക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഭഗവാൻ. അതുകൊണ്ടാണ് പണ്ട് കാലത്തെ ആൾക്കാരൊക്കെ ഒരു സമയം കഴിഞ്ഞപ്പോ ഭഗവാന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞ് കാശിക്ക് പോയിരുന്നത്. അതുകൊണ്ടാണ് പണ്ടുള്ള ആളുകളൊക്കെ ഒരു സമയം കഴിഞ്ഞപ്പോൾ വിളിച്ചത് ഭഗവാനെ, ഈ നരകത്തിനേക്കാൾ നല്ലത് അങ്ങോട്ട് വരുന്നതാണ്. ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റിയിടണം, തിരുവൈക്കം വാഴും ശിവശംഭോ. ആശ്രിതമായിട്ടുള്ളത് അദ്ദേഹം ഉള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഭജിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ. അദ്ദേഹം സർവ്വതം തരാൻ പ്രാപ്തിയുള്ള ആളാണ്. പല ആളുകളുടെയും ധാരണ മഹാദേവൻ എന്ന് പറയുന്നത് ആയുസിന്റെ മൃത്യുവിന്റെയും കൂടി ഈശ്വരനായതുകൊണ്ട് ഭഗവാൻ എപ്പോഴും തരുന്നത് ദീർഘായുസാണെന്നല്ല. ഭഗവാൻ കൽപ്പവൃക്ഷാണ്. ഭഗവാനെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ സുഹൃതം ഈ തൃപ്പാടൂരിൽ ഒന്ന് ജനിച്ചത്. മഹാദേവനാണ് വിദ്യയുടെ അൾട്ടിമേറ്റ്. ലോകത്തിലെ ആദ്യത്തെ ഗുരുനാഥന്റെ പേര് ശിവൻ എന്നാണ്. സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമഃ. ശിവനെ തൊട്ടേ എണ്ണുള്ളൂ ഗുരുനാഥന്മാരെ. 1ാമത്തെ നമ്പർ കൊടുക്കുക മഹാദേവനാണ്, ശിവനാണ്. ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞ ഭഗവാന്റെ ഭാവമുണ്ടല്ലോ, സപ്തർഷികൾക്ക് വേദം ഉപദേശിക്കുന്ന ഭഗവാൻ.
എനിക്കറിയില്ല ഇവിടെ വിദ്യാരംഭം മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കണത്. ഇവിടെ മഹാദേവൻ തൃപ്പാടൂരപ്പനുള്ളപ്പോ നിങ്ങൾ എന്തിനാണ് ഓടുന്നത്? മൂകാംബിക അമ്മയെ നിങ്ങളുടെ കുട്ടികളെ കാണിച്ചോളൂ, ഗുരുവായൂരപ്പനെ കുട്ടികളെ കാണിച്ചോളൂ, അയ്യപ്പസ്വാമിയെ കുട്ടികളെ കാണിച്ചോളൂ. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് എല്ലാ തിരക്കും കഴിയുമ്പോഴെങ്കിലും ഈ തൃപ്പാടൂർ വന്ന് ആ കുട്ടിയെ ഒന്ന് കൊണ്ടായി കാണിച്ചു കൊടുക്കുക അതിന്റെ മുത്തശ്ശന്റെ അടുത്ത്. അല്ലെങ്കിൽ ഭഗവാൻ ചോദിക്കും ഗുരുവായൂരപ്പൻ തൃപ്പാടൂരപ്പനോട്, നിങ്ങളുടെ നാട്ടിൽ നിന്ന് രണ്ടുപേര് വന്നിരുന്നല്ലോ ചോറൂണിന്, അങ്ങനെ കൊണ്ടുവന്നില്ലേ? ഇവിടെ ഭഗവാൻ കൊണ്ടുവന്നിരുന്നു, പാറതുള്ളിൽ നിന്ന് കറിയാ പോയി. അവനവന്റെ ദേശക്ഷേത്രത്തിൽ നിർബന്ധമായിട്ടും ഒരു കുട്ടി ആദ്യാക്ഷരം എഴുതിയിരിക്കണം, ആദ്യത്തെ അന്നം അവൻ രുചിച്ചിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പണ്ഡിതന്മാർ വേറെ പറയും, എനിക്കറിയില്ല. അവനവൻ ജനിച്ച നാട്ടിലുള്ള ക്ഷേത്രത്തിൽ ആ കുട്ടി ഒരു തവണയെങ്കിലും ഹരിശ്രീ ഗണപതിയെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഒരു തവണയെങ്കിലും അവിടെ നിന്ന് ഒരു വറ്റ് പായസം ആ നാവിൽ തൊട്ടിട്ടുണ്ടായിരിക്കണം. കാരണം അവന്റെ തലമുറകൾ വന്ന് ഭരിച്ചിരുന്ന ഈശ്വരനാണ് അവിടെ ഉള്ളത്. എനിക്ക് ഉറപ്പില്ല കേട്ടോ എന്റെ മുത്തച്ഛന്റെ ഗുരുവായൂർ ഭജനിരുന്നു. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം എന്റെ പരദേവതയും എന്റെ ദേശദേവം ഭജിച്ചിട്ടുണ്ടാവും ഞങ്ങളുടെ നാട്ടിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ. എനിക്കൊരു ഉറപ്പില്ല എന്റെ അമ്മയുടെ അമ്മ 60 വയസ്സ് കഴിയുമ്പോൾ സ്വാമിയെ കാണാൻ അങ്ങോട്ട് പോയിട്ടുണ്ടാവുന്നു. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അമ്മയുടെ പരദേവതയെ അമ്മ ഭജിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ ക്ഷേത്രത്തെ ദയവായിട്ട് സിനിമാ ഡയലോഗ് പറയണമെങ്കിൽ ലാലേട്ടൻ പറയണ്ടല്ലോ, ലാലേട്ടന്റെ ഒരു പടത്തിൽ ഉർവശിച്ച് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഡയലോഗുണ്ട്. ഈ ചാക്കോ മാഷിന്റെ 51 പവന്റെ ഇടയിൽ വലിയേട്ടന്റെ വെള്ളി നെക്ലസ് മുക്കിക്കളയിലെ മോളെ. ഈ മഹാക്ഷേത്രങ്ങളുടെ ലിസ്റ്റിന്റെ ഇടയിൽ സ്വന്തം നാട്ടിലെ അമ്പലത്തെ മറന്നു പോകാതിരിക്കുക. നിങ്ങൾ ആരും മറക്കുന്ന ആൾക്കാരല്ല, പക്ഷെ ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. അവരിലേക്ക് ഈ ക്ഷേത്രത്തിന്റെ വേര് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. ഈ ക്ഷേത്രത്തിൽ അവരുടെ സാന്നിധ്യം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. ആ കുട്ടികളുടെ ഒരു ദിവസം തുടങ്ങണതും ഒരു ദിവസം അവസാനിക്കണതും ഈ കോമ്പൗണ്ടിൽ ആയിരിക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. സാധിക്കുകയും ആ കുട്ടിക്കൊന്നും ഒരിക്കലും ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. കാരണം അവൻ പന്ത് വെറുക്കാൻ ഓടുന്നത് പോലും ഭാവന പ്രദക്ഷിണാവും ചിലപ്പോ, അവനറിയില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഭഗവാന്റെ പേരുകൾ അവൻ അറിയാണ്ട് ജപിച്ചു. അങ്ങനെയുള്ള ആ ഭഗവാനെ നമസ്കരിക്കാനുള്ള ഏറ്റവും നല്ല അവസരം നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞു വിദ്യക്ക് വിദ്യ. ഇവിടെ പറയുമ്പോൾ വിദ്യാരംഭമൊക്കെ ഗംഭീരമായിട്ട് നടത്തുക. സൽസന്താനങ്ങൾ ഉണ്ടാവാൻ മഹാദേവനെ ഭജിക്കൂ. എന്തിനാണ് വെറുതെ ഈ IVF ക്ലിനിക്കിൽ പോയിട്ട് ക്യൂ നിൽക്കുന്നത്? ടോക്കൺ ലേറ്റ് ആയി എന്ന് പറഞ്ഞ് നിൽക്കുന്ന അമ്മമാരെയും കുട്ടികളെയും കാണാം. ഇന്ന് ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോൾ മുക്കിന് ബോർഡാണ്, ഈ കുഞ്ഞ് എന്ന സ്വപ്നം ഇനി യാഥാർത്ഥ്യമാകും, നമുക്കും ഒരു കുഞ്ഞിക്കാല് കാണണ്ടേ. നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ റിപ്പോർട്ട് പറയുന്നുണ്ട്, ഭാരതത്തിൽ 100 പേരുടെ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് 7 പേർക്ക് PCOD എന്നുള്ള ഇഷ്യൂ ഉണ്ട് പെൺകുട്ടികൾക്ക്. 3 പേർക്ക് ആൺകുട്ടികളിൽ സ്പെർം കൗണ്ട് കുറവാണ്. നമ്മളിന്ന് എല്ലാത്തിന്റെയും പ്രശ്നം ഇന്നത്തെ ഭക്ഷണ രീതി, ഇന്നത്തെ കാലാവസ്ഥ, ഇന്നത്തെ ജീവിതചര്യ ആയിക്കോട്ടെ, അതിന് പരിഹാരം ഉണ്ടാവട്ടെ. അതിന് IVF ക്ലിനിക്ക് മാത്രമാണോ പരിഹാരം? ട്രീറ്റ്മെന്റ് തീർച്ചയായിട്ടും വേണം, ഞാൻ അതിന് തള്ളി പറയില്ല. പക്ഷെ പണ്ടുള്ള നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, മരുന്നും മന്ത്രവും രണ്ടും വേണം. ശരീരം കൊണ്ട് ഔഷധം കൊണ്ടും മനസ്സിനെ ഉപാസന കൊണ്ട് ഉയർത്തുക. ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ഭഗവാനെ ഒന്ന് നമസ്കരിക്കുക, ഭഗവാനോട് പറയുക, ഭഗവാനെ അങ്ങേക്കുണ്ടായ മക്കളെ പോലെ നല്ല കുട്ടികളെ തരണേ. മഹാദേവനാണ് സർവ്വതിന്റെയും ഉടമസ്ഥൻ. അദ്ദേഹത്തിന്റെ ലിസ്റ്റിലേക്ക് എന്റെ കുടുംബത്തിലും കൂടി ഒരാളെ അങ്ങ് തരണേ ഭഗവാൻ എന്ന് ഭജിച്ചു. നിങ്ങൾക്ക് എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ മഹാദേവനെ ഭജിച്ച് കുട്ടികൾ ഇല്ലാതിരുന്ന ഒരാൾക്ക് കുട്ടി ഉണ്ടായിട്ടുണ്ട്. അയാളുടെ പേര് കൃഷ്ണണ്ണ, ഗുരുവായൂരപ്പൻ. ജാമ്പവതിയിൽ ഭഗവാന് കുട്ടികളുണ്ടായിരുന്നു. ഞാൻ പറയാം, ജാമ്പവതിയിൽ കുട്ടികളില്ലായിരുന്ന കൃഷ്ണൻ ഉപമന്യു എന്ന് പറയുന്ന മഹർഷിയെ കണ്ട് ജാമ്പവതിയുടെ ഒപ്പം 1 വർഷക്കാലം പാശുപതം എന്ന് പറയുന്ന വ്രതെടുത്ത് അതിലുണ്ടായിട്ടുള്ള കുട്ടിയുടെ പേരാണ് സാമ്പൻ. സാമ്പൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? അമ്പൻ, അമ്പയോട് കൂടിയവൻ, ശിവൻ എന്നാണ് അർത്ഥം. സ്വന്തം മകന് ശിവന്റെ പേരിട്ടാണ് ഗുരുവായൂരപ്പൻ. ആ സാമ്പനാണ് യാദവ വംശത്തിന്റെ മുഴുവൻ അടിയിലേക്ക് ഇറക്കണം. ഋഷിമാരോട് വയറിൽ തലയണ കെട്ടി വെച്ചിട്ട് ചോദിക്കണ്ടല്ലോ, ഈ കുട്ടി ആണാണോ പെണ്ണാണോ? രണ്ടുമല്ല, ഇരുമ്പലൊക്കെ പ്രസവിക്കട്ടെ എന്നുള്ള യാദവ വംശത്തെ മുഴുവൻ തകർക്കുന്ന ശാപം സാമ്പനിൽ നിന്നുണ്ടാവുന്നത്.
സംഹാരത്തിന്റെ ദേവനായിട്ടുള്ള മഹാദേവൻ അനുഗ്രഹിച്ചിട്ടുണ്ടായിട്ടുള്ള കുട്ടിയാണ് സാമ്പൻ. എത്ര ആളുകൾ, ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ കഥയൊക്കെ ഞങ്ങൾ കേട്ടില്ലല്ലോ, നിങ്ങൾ എല്ലാവരും കേട്ട കഥയില്ലേ? നോക്കൂ, ഇന്നും പന്തള രാജവംശം എന്ന് പറയുന്ന രാജവംശത്തിന്റെ അഭിമാനമായിട്ടുള്ള മണികണ്ഠനെ പന്തള രാജാവിന് കൊടുത്തത് ആരാണ്? അയ്യപ്പസ്വാമി. രാജശേഖരൻ മഹാശിവഭക്തനായിരുന്നു, തമ്പുരാട്ടി വലിയ വിഷ്ണുഭക്തായിരുന്നു. നയാട്ടിന് പോയപ്പോ മണികണ്ഠനെ കൊടുത്തു മഹാദേവൻ. ആലോചിച്ചു. വായുവിന് പുത്രന്മാരില്ല എന്നുള്ള ദുഃഖമായിരുന്നു. മഹാദേവനും ദേവിയും കൂടെ വാനന്മാരുടെ രൂപത്തിൽ കഴിയുമ്പോണ്ടായിട്ടുള്ള ചൈതന്യത്തെടുത്ത് വായുവിന് കൊടുത്തു. ആ വായു അത് കൊണ്ടുപോയിട്ട് അഞ്ജനയുടെ ഗർഭത്തിലിട്ടു. ആ അഞ്ജനയുടെ പുത്രനായിട്ട് ആര് ജനിച്ചു? സാക്ഷാത് ഹനുമാൻ സ്വാമി ജനിച്ചു. എത്ര ഉദാഹരണങ്ങൾ. സൽസന്താനങ്ങൾ ഉണ്ടാവണമെങ്കിൽ മഹാദേവനെ ഭജിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നിപ്പോ ഏതൊക്കെ മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്താലും നമുക്ക് നടന്നു കിട്ടുക എന്നുള്ള അവസ്ഥയാണ്. EMI അടയ്ക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അവരുടെ മാർഗങ്ങൾ നേടുന്നുണ്ട്, നല്ല കാര്യം. എല്ലാവരും ഏത് പ്രഭാഷണങ്ങളിൽ പോയി കഴിഞ്ഞതും ചോദിക്കും, ചില പ്രത്യേകിച്ച് ജനിസി കുട്ടിയോട്, ഏട്ടാ ശിവനെ പോലുള്ള ഭർത്താവിനെ കിട്ടാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ ഉദ്ദേശിച്ച ശിവൻ മറ്റേ കൈലാസാണല്ലേ? ആ അതല്ലേ. ഭഗവാനാണ് യഥാർത്ഥത്തിൽ സ്വയംവര പാർവതി എന്ന് വിളിക്കപ്പെടുന്ന ഭാവത്തിലുള്ള ദേവി ഉപാസത്തിന്. ആലോചിച്ചു, സ്വയംവര പാർവതിയെ പാർവതി ആക്കിയത് ഭഗവാനാണ്. അതുകൊണ്ട് കല്യാണം നടക്കാനും തൃപ്പാടൂരപ്പനെ ഭജിച്ചാൽ മതി. വിദ്യക്ക്, സൽസന്താനങ്ങൾ ഉണ്ടാവാൻ, കല്യാണം നടക്കാൻ, ഇനി അസുഖങ്ങളുമായിട്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് സർവ്വതരത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും മോചനം ഉണ്ടാവാൻ, ഇനി മരകിച്ച് കിടക്കുന്ന ആളുകൾക്ക് ഈ ഭൂമിയിൽ നിന്ന് യാത്രയാവാൻ, ഇതിനൊക്കെ ഭഗവാനെ ഭജിച്ചാൽ മതി. മടുത്തു ഭഗവാനെ എന്ന് പറയില്ല നമ്മള്. വേദന തിന്ന് അതിനും കൂടി ഉള്ളതാട്ടോ മൃത്യുഞ്ജയ. പല ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്, മൃത്യുഞ്ജയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുസ് കൂടാനുള്ളതാണ്. 99 വയസ്സായിട്ട് വെന്റിലേറ്ററിൽ കിടക്കണ ആ മുത്തശ്ശേരിക്ക് മൃത്യുഞ്ജയ ഹോമം കഴിക്കുമ്പോൾ 110 ആ അപ്പാടില്ല. പാകമായ വെള്ളരി അതിന്റെ ഞെട്ടിൽ നിന്ന് എങ്ങനെയാണോ സ്വമേധയാ ഭൂമിയിലേക്ക് വീണു പോകുന്നത്, അതുപോലെ എന്റെ പ്രാണനെ സ്വീകരിച്ചാലും ഭഗവാനെ എന്നാണ് പ്രാർത്ഥന. അപ്പൊ മൃത്യു ഇല്ലാതിരിക്കാനും മൃത്യുഞ്ജയ കേമം. 28 വയസ്സുള്ള ഒരു ആൺകുട്ടി ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അവന് ആയുസ് 80 വയസ്സ് വരെയുണ്ട്. നിരന്തരം മൃത്യുഞ്ജയം കഴിപ്പിക്കുക, ആയുസ് എത്താതെ മരിക്കില്ല. അല്ലാണ്ട് 99 110 ആവാനുള്ള അല്ല നമ്മുടെ കയ്യിൽ കണക്കില്ലല്ലോ. ഒന്ന് ഏറ്റവും സുഖകരമായിട്ടുള്ള മരണം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഭാഗവതം കേട്ട പരീക്ഷത്ത് പോലും മഹാദേവൻ ഉപാസിച്ചിട്ടുണ്ടാവും. കാരണം 7ാം ദിവസം തക്ഷകൻ വന്ന സമയത്ത് സുഖമായിട്ടുള്ള മരണം അത്ര കിട്ടിയത്. മഹാദേവൻ എല്ലാം കൂടി ഉണ്ടാവും ഗുരുവായൂരപ്പന്റെ കൂടെ. അങ്ങനെയുള്ള ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോഴുള്ള ഒരു കാര്യം പറഞ്ഞ് നമ്മൾ ഈ പ്രഭാഷണം അവസാനിപ്പിക്കും. ഇതിന്റെ പേര് തൃപ്പാളൂർ മഹാശിവക്ഷേത്രം എന്നാണ്. ദിസ് ഈസ് നോട്ട് എ പ്ലേസ് ടു ഡു ബിസിനസ്. ഇവിടെ കച്ചവടത്തിനും താല്പര്യമില്ല. ഞാൻ കുവളമാല തന്നാൽ എനിക്ക് കല്യാണം, ഞാൻ പിൻവിളക്ക് കത്തിച്ചാൽ എന്റെ പനി മാറണം. ഭാരത സമ്പ്രദായം കഴിഞ്ഞുപോയി, അതിന്റെ കാലം കഴിഞ്ഞു. ഇവിടെ നിഷ്കാമമായിട്ടുള്ള ഭഗവാനുള്ള ഭക്തിയാണ് വേണ്ടത്. ഒന്നും പ്രതീക്ഷിക്കാതെ എന്റെ അച്ഛൻ ഈ കൂളമാല ചാർത്തി കാണുന്നത് എനിക്ക് കാണണം. എന്റെ അച്ഛന്റെ പുറകില് ആ വെളിച്ചം കാണും, എന്റെ അച്ഛന്റെ ചൈതന്യം നന്നായിട്ടിരിക്കണം എനിക്ക് കാണണം. അതിന് പിൻവിളക്ക്. എന്റെ അച്ഛൻ എല്ലാ ദിവസവും എന്റെ വക ഇത്തിരി മധുരം കഴിക്കണം, അതിന് പാൽപ്പായസം. അല്ലാതെ പാൽപ്പായസം കൊണ്ട് കുട്ടി അതിനല്ല. ഘരപ്രകാശം കൊണ്ടൊരു മഹർഷി ഉണ്ട്. എനിക്ക് അദ്ദേഹം തന്നെ എഴുതുന്നു മടി അറിയില്ല കേട്ടോ, ഘരമഹർഷി എന്ന് പറയണ്ടത്. ഘരപ്രകാശം കൊണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള കഥയാണ്. ഞാനിത് പെട്ടെന്ന് റിമൈൻഡ് ചെയ്യേണ്ടത് ഈ ബിസിനസ് ടേംസ് എന്ന് വായിക്കാച്ചിട്ടാ. ഘരപ്രകാശൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് സ്വന്തം കൈകൊണ്ട് പൂവെടുത്ത് മഹാദേവനെ പൂജിക്കും. ഭൃത്യന്മാരൊന്നും പിടിക്കുക. അദ്ദേഹം രാജാവാ. പക്ഷെ അദ്ദേഹം തന്നെ മരത്തിന്റെ മുകളിൽ കയറി പൂവ കറുത്ത് ശിവലിംഗം ഉണ്ട്, അതിൽ പോയി പൂജിക്കും. കുറെ തവണ പൂജിച്ച് ഭഗവാൻ തോന്നിപ്പോയി ഇയാൾ കുറെ നാളായിട്ട് തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുത്തു കളയാന്ന് കരുതിയിട്ട് സാക്ഷാൽ ശിവൻ തൃപ്പാളൂരപ്പൻ വന്ന് പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തിന്റെ മുമ്പിൽ. ചോദിച്ചു എന്താ വേണ്ടതെന്ന്. ഒന്നും വേണ്ട ഭഗവാനെ, അങ്ങേ എന്നും ഇങ്ങനെ ഉപാസിക്കാനുള്ള ഭാഗ്യം തന്നാൽ മതി പറഞ്ഞു. അങ്ങനെയാണ് മഹാത്മാക്കളൊക്കെ പറയുക. അപ്പൊ ഭഗവാൻ പറഞ്ഞു, വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും തരാൻ പോകാൻ പറ്റില്ല, എന്തെങ്കിലും ചോദിക്കൂ. നാളെ വന്നാൽ നിങ്ങളൊക്കെ എന്താ ചോദിക്കുക?
കലക്ഷൻ നടക്കുമ്പോൾ എല്ലാവരും വന്നിട്ട് എന്തെങ്കിലും കൊടുത്തു കളയാൻ കരുതി നാളെ നവീനൊക്കെ പാടുന്നവിടെ ഈ ചന്ദ്രശേഖരനായിട്ടുള്ള ഭഗവാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നാഗഭൂഷണനായിട്ടുള്ള ഭഗവാൻ വന്ന അയ്യോ പാമ്പ് എന്ന് പറഞ്ഞ് ഓടാതിരിക്കുക, കെട്ടിപ്പിടിച്ച് അച്ഛാന്ന് വിളിക്കാൻ സാധിക്കണം. ഞാൻ പല പ്രഭാഷണങ്ങളും പറഞ്ഞിട്ടുണ്ട് ഈ നമശിവായ മന്ത്രമുണ്ടല്ലോ. അപ്പൊ ഈ നമശിവായ സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് പറഞ്ഞു പോയിരുന്നു. നമശിവായെങ്കിൽ ഈ ഭയങ്ങൾ ഇല്ലാണ്ടാക്കണതിന്റെ ടെൻഷൻ പറയും. നാ എന്നുള്ള ശബ്ദം കൊണ്ട് നരകഭയം, മാ എന്നുള്ള ശബ്ദം കൊണ്ട് മരണഭയം, ഷാ എന്നുള്ള ശബ്ദം കൊണ്ട് ശൈശവ ഭയം, വാ എന്നുള്ള ശബ്ദം കൊണ്ട് വാർദ്ധക്യ ഭയം, യാ എന്നുള്ള ശബ്ദം കൊണ്ട് യമഭയം. ഇത്രയും മാറി പറയണം നമശിവായ ചൊല്ലിയാൽ, വെറുതെ ചൊല്ലിയാൽ മതി. അപ്പൊ അതിന് ഞങ്ങൾക്കിത് പറഞ്ഞത് മനസ്സിലായില്ല. കുട്ടിയായിരുന്നപ്പോ ഞങ്ങളുടെ നാട്ടിൽ എമ്പ്രാന്തിരി പറഞ്ഞതാ, കുട്ടികളെ ഇത് ഭരിച്ചു കഴിഞ്ഞാൽ പേടി മാറുന്നു. അപ്പൊ ഞങ്ങളുടെ പ്രായത്തിലുള്ള ആൾക്കാരുടെ ഭയം ശൈശവകാലത്തുള്ള ഭയം, കുട്ടിയായിരിക്കുമ്പോഴുള്ള ഭയം, അത് മാറാൻ എന്ത് ചെയ്താൽ മതി? നമശിവായ ചൊല്ലിയാൽ മതി എന്ന് തിരുവേലി പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഈ കുട്ടിയാവുമ്പോഴുള്ള ഭയം മാറുന്നത് പറഞ്ഞു. ഞങ്ങൾക്ക് അന്ന് പേടി ഉണ്ടായിരുന്നത് രണ്ട് സാധനങ്ങളായിരുന്നു. ഒന്ന് കണക്ക്, രണ്ടാമത്തേന് ഒരു പ്രേതം. ഇത് രണ്ടിനും ഭയങ്കര പേടിയായിരുന്നു. കണക്ക് പരീക്ഷയ്ക്ക് നമശിവായ ചൊല്ലിയിട്ട് ഭേദമുണ്ടായെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ ആ കാലത്ത് ആകാശഗംഗ എന്നൊരു സിനിമ ഇറങ്ങി. അപ്പൊ ഞാൻ നോക്കിയപ്പോ ജഗദീശേട്ടൻ ഒരു ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് നമശിവായ ചൊല്ലുമ്പോ ശിവന്റെ നെറ്റിയിൽ ലൈറ്റ് അടിക്കും. അപ്പൊ ഗംഗ എന്ന് പറയുന്ന പ്രേതത്തിന് അടുത്തേക്ക് വരാൻ പറ്റില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ശരിയാണ്, കുട്ടികളുടെ പ്രേതത്തിന് പേടി മാറ്റാൻ ശിവനെ ഭരിച്ചാൽ മതി. അതിന് ഏറ്റവും താഴ്ന്ന ലെവലിലുള്ള അർത്ഥം പറഞ്ഞാണോ. അതുപോലെ ഹരപ്രകാശൻ ചോദിച്ചു അത്രേ ഭഗവാനോട്, ഭഗവാൻ എന്തെങ്കിലും തന്നിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ എന്ത് തരാം? എന്റെ ഈ രണ്ട് കാലും അങ്ങ് ഒരു പുലിയുടെ പോലെ ആക്കി തന്നാലും. ഭഗവാൻ പറഞ്ഞു, അപകടമുള്ള വരൊന്നും ചോദിക്കാറില്ലേ ഹരപ്രകാശ. പണ്ടൊരു ഭസ്മാസുരന് കൊടുത്തതിന്റെ അവസ്ഥ. അതുകൊണ്ട് ഭഗവാൻ വളരെ സൂക്ഷിച്ച ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കാറുണ്ട്. എന്തിനാണ് അത് ചോദിച്ചൂടെ? നല്ല നല്ലത് ചോദിച്ചൂടെ? ഞാൻ തനിക്ക് മോക്ഷം തരട്ടെ ചോദിച്ചു. ഒന്നും വേണ്ട. ഈ പുലിയേനെ പോലെ കാലാക്കിയത് കൊണ്ട് എന്താ ഗുണം? അദ്ദേഹം പറയുന്നു, നോക്കൂ, അതൊക്കെയാണ് ശിവഭക്തർ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം പറയണത്, ഭഗവാനെ ഈ പൂമ്പാറ്റയും പല്ലിയൊക്കെ വന്നിട്ട് ഞാൻ രാവിലെ പൂ പറിക്കാൻ കയറുമ്പോ താഴ്ന്ന കൊമ്പിലുള്ള പൂക്കളൊക്കെ അശുദ്ധമാണ്, എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മുകളിലുള്ള കൊമ്പിൽ വലിഞ്ഞു കയറുന്നുണ്ടെങ്കിൽ എന്റെ ഈ നഖങ്ങൾ കൊണ്ട് എനിക്ക് പൊത്തിപ്പിടിച്ച് കയറാലോ. പ്രകാശം അങ്ങനെയാണ് അയാളുടെ കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞത്. പുഴയുടെ പോലെ ആവട്ടെ. എന്തിന്? ശിവനെ ഭജിക്കാൻ വേണ്ടി മാത്രം. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജലപ്രകാശൻ എന്ന് പറയുന്ന ആ മഹർഷിയാണ് പിന്നീട് വ്യാക്രബാധൻ എന്നുള്ള പേരിൽ പ്രശസ്തനായത്. വ്യാക്രബാധൻ എന്ന് വെച്ചാൽ പുലിയുടേതുപോലെ പാദങ്ങളുള്ളവൻ. ആ വ്യാക്രബാധ മഹർഷിക്കും പാണിനി മഹർഷിക്കും ഭഗവാൻ നൃത്തം ചെയ്തുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് തില്ലൈവനം, ചിദംബരം. അദ്ദേഹം നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്, ഇതേ വ്യാക്രബാധൻ. അദ്ദേഹം ഒരേ സമയം 3 ശിവക്ഷേത്രങ്ങൾ ഒരേ സമയം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഒന്ന് വലത്തെ കൈകൊണ്ട്, ഒന്ന് ഇടത്തെ കൈകൊണ്ട്, പിന്നെ ഒന്ന് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് വായയിൽ കടിച്ചു പിടിച്ചിട്ട് അതും. വലത്തെ കൈകൊണ്ട് പ്രതിഷ്ഠിച്ച സ്ഥലം ഏതാ? ഒക്കെ പറഞ്ഞോളൂ, സമയമുണ്ട്. വലത് കൈ കൊണ്ട് വൈക്കം, ഇടത് കൈ കൊണ്ട് ഏറ്റുമാനവും, കടിച്ചിരുത്തിയത് കൊണ്ട് കടുത്തുരുത്തി. ആ വ്യാക്രബാധനാണ് ഈ വ്യാക്രബാധൻ. എന്റെ കാര്യം വീടത് പോലെ ആക്കി തരണേന്ന് പറഞ്ഞ ഭഗവാൻ. ഇത്രയും സിമ്പിളായിരുന്ന ശിവഭക്തനുണ്ടായിരുന്നു. ഒരേ സമയം നോക്കൂ, ഭഗവാൻ എന്തൊക്കെയാ കൊടുക്കുന്നത്. നാരായണീയത്തിൽ ഭട്ടവാദർ പറയുന്നുണ്ട്, ഗുരുവായൂരപ്പ അങ്ങ് അനുഗ്രഹിക്കുന്നത് വിചിത്ര രൂപത്തിലാണല്ലോ. വിചിത്ര രൂപത്തിലാണ് ശിവൻ അനുഗ്രഹിക്കുക. നോക്കൂ, മാർക്കണ്ഡേയനെ പിടിച്ച് ചിരഞ്ജീവിയാക്കി, വ്യാക്രബാധന്റെ കാലുകൾ പുലിയുടേത് പോലാക്കി. ഭഗവാന്റെ രീതികൾ പലപ്പോഴും വ്യത്യസ്തമാണ്. നമ്മളൊന്നും വിചാരിക്കുന്നത് പോലെ പെരുമാറുന്ന ആളെയല്ല മഹാദേവൻ. അങ്ങനെയുള്ള ആ ഭഗവാൻ, അദ്ദേഹത്തിനോട് നമുക്ക് നിഷ്കാമമായിട്ടുള്ള ഭക്തി ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ നമ്മുടെ വിഷമങ്ങളായിട്ട് കാണുക, നമ്മുടെ സന്തോഷം അദ്ദേഹം നമ്മളുടെ സന്തോഷമായിട്ട് കാണുന്നു. എനിക്കൊക്കെ പണ്ട് അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു, രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് വന്നിട്ട്, മഹാദേവൻ നമുക്ക് എന്തെങ്കിലും വയ്യായ ഉണ്ടോ, നമ്മളൊക്കെ നന്നായിട്ട് ഉറങ്ങണുണ്ടോ, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഓരോരുത്തരുടെയും നോക്കിയിട്ട് അടുത്തടുത്ത് നോക്കിയിട്ട് പോകട്ടെ. ഭഗവാൻ പുതപ്പിച്ചിട്ട് പോകുന്നൊക്കെയാണ് അച്ഛനോ പറഞ്ഞു തരിക.
ഇപ്പൊ രാത്രി എപ്പോഴേലും കാലൊക്കെ പിടിച്ചിട്ട് നമ്മളെ ആക്കിയപ്പോ പുറത്ത് നേരെ കിടന്നതായിരിക്കും. ചിലപ്പോ രാവിലെ എണീക്കുമ്പോ പുറത്തൊക്കെ കറക്റ്റായി കിടക്കണം. അപ്പൊ അച്ഛൻ പറഞ്ഞിട്ട് അതേ വന്നതാ. അന്ന് തൊട്ട് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഭഗവാനാണ്. അദ്ദേഹത്തിന്റെ അത്ര സിമ്പിൾ ആയിട്ടുള്ള ആൾ ആരുമില്ല. നോക്കൂ, അതുകൊണ്ടാണ് അദ്ദേഹം പല അപകടം പിടിച്ച കാര്യങ്ങളും പറയാൻ കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ഒരു പക്ഷപാതവും ഇല്ല ഒരാളോട്. അദ്ദേഹത്തിന് ദേവനൊന്നും ഇല്ല, അദ്ദേഹത്തിന് അസുരനൊന്നും ഇല്ല, ഗുരുവായൂരപ്പനും ഇല്ല. പക്ഷെ പ്രത്യക്ഷമായിട്ട് നമ്മൾ എടുത്ത് പറയാൻ ഭഗവാന്റെ കാര്യത്തിലാണ്. ഞാൻ ആലോചിക്കാറുണ്ട്, ഭഗവാനെ അങ്ങ് എന്തിനാണ് ഈ തലഭാഗം പിടിച്ചിരുന്ന അസുരന്മാർ അല്ലെ, വാസുകിയുടെ പാലാഴി കളയുന്ന സമയത്ത് തലഭാഗം പിടിച്ചിരുന്നത് അസുരന്മാരാണ്. അവരാ വാശി പിടിച്ച് വാങ്ങിയതാ ഞങ്ങളെ തലഭാഗം പിടിക്കേണ്ടതെന്ന്. ബാലാണ് പിടിച്ചിരുന്നത് ദേവന്മാര്. തലഭാഗത്ത് നിന്നാണ് കാളകൂടം പുറത്തുന്നത്. മരിക്കുകയാണെങ്കിൽ ആദ്യം മരിക്കാനാ അസുരന്മാരെ മരിക്കേണ്ടത്. ആ കാളകൂടത്തെയാണ് ഭഗവാൻ വന്ന് ഭുജിച്ചത്. അസുരന്മാരൊക്കെ ചത്തോട്ടെ അങ്ങനെ പറഞ്ഞില്ല. സർവരോടും ഒരേപോലത്തെ കൃപ. മഹാദേവന്റെ ഭക്തന്മാരുടെ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിൽ മിക്ക ആൾക്കാർ അസുരന്മാരാണ്. ഏറ്റവും ഗംഭീരമായിട്ടുള്ള ആൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശിവതാണ്ഡവ സ്തോത്രം എഴുതി നമുക്ക് തന്നിട്ടുള്ള സാക്ഷാൽ രാവണൻ, ബാണൻ, എത്ര ആൾക്കാർ. കഥയുടെ ഭാഗവത്തിൽ നിങ്ങൾ കേൾക്കൂ. കൃഷ്ണാട്ടൻ ഗുരുവായൂർ ഗംഭീരമായിട്ട് പറയുള്ളൂ ബാണയുദ്ധം. ബാണൻ എന്ന് പറയുന്ന രാജാവിന്റെ മകളായിട്ടുള്ള ഉഷ എന്ന് പറയുന്ന രാജകുമാരിക്ക് ഭഗവാന്റെ പൗത്രനായിട്ടുള്ള അനിരുദ്ധനോട് പ്രേമുണ്ടായി. ചിത്രലേഖ എന്ന് പറയുന്ന ഉഷയുടെ തോടി രാത്രിക്ക് രാത്രി ദ്വാരകയിൽ ചെന്ന് അനിരുദ്ധനെ പൊക്കിയിട്ട് ഉഷയുടെ അന്തപുരത്ത് കൊണ്ട് ഇട്ട് കൊടുത്തു. അത്ര ഇതാ നിന്റെ കാമുകൻ എന്ന് പറഞ്ഞത്. അന്തപുരത്തിൽ ബാണനും അറിഞ്ഞു ഈ കാര്യം, മകൾ മറ്റൊരുത്തന്റെ കൂടെ കഴിയുന്നുണ്ടെന്ന്. ഉടനെ എടുത്ത് ബന്ധിച്ചു ഭഗവാന്റെ പൗത്രനെ, ഭഗവാന്റെ പേരക്കുട്ടി പ്രദ്യുമ്നന്റെ മകനെ. ആ സമയത്ത് ദ്വാരകയിൽ ആളെ അയച്ചു, നിങ്ങളുടെ പേരക്കുട്ടി ഇവിടെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. ഭഗവാൻ സിദ്ധപ്രജ്ഞായോട് അദ്ദേഹം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമുക്ക് അറിയാൻ നോക്കാം. പക്ഷെ ഈ അനിരുദ്ധനെ വല്ലാണ്ട് ഇഷ്ടമുള്ള ഒരാളോട് വേറെ ഉണ്ടായിരുന്നു, ബലരാമസ്വാമി. അദ്ദേഹം പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദ്വാരകയുടെ സൈന്യം ഇപ്പൊ തന്നെ ബാണന്റെ കൊട്ടാരത്തിലേക്ക് യുദ്ധത്തിനായിട്ട് പുറപ്പെടട്ടെ എന്ന് അദ്ദേഹം ആജ്ഞാപിച്ചു. തരാൻ നിങ്ങൾ ഈ ബാഹുബലി സിനിമയിലെ കണ്ടിട്ടില്ലേ, ആ മറ്റേ സാധനം വെച്ച് നോക്കണത്. അതുപോലെ ബാണൻ മട്ടുപ്പാവിലത്ത് നോക്കുമ്പോ അദ്ദേഹം കണ്ടത് ദ്വാരകയുടെ സൈന്യം വരുന്നു, അതിന്റെ ഒപ്പം നേർക്ക് ബലരാമസ്വാമി, അപ്പുറത്ത് സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ തന്റെ നേരെ യുദ്ധത്തിന് വരുന്നു. ബാണൻ ഒറ്റ നല്ല ഗുണം ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹം മഹാശിവഭക്തനായിരുന്നു. അദ്ദേഹം നിത്യവും ഗംഗാതീരത്ത് പോയി 1000 ശിവലിംഗങ്ങൾ മണ്ണ് കുഴച്ചുണ്ടാക്കി 1000 ശിവലിംഗങ്ങളിലും ഇൻഡിവിജ്വലായിട്ട് പൂജിച്ച് പൂജ കഴിഞ്ഞാൽ ആ 1000 ശിവലിംഗങ്ങളും എടുത്തിട്ട് വീണ്ടും ഗംഗയിൽ എറിഞ്ഞിട്ട് പിറ്റേ ദിവസം വീണ്ടും 1000 എണ്ണം ആദ്യം ഉണ്ടാക്കുന്നതാണ്. ആ ലിംഗങ്ങളെയാണ് നമ്മൾ ബാണലിംഗം എന്ന് വിളിക്കുക. പാലക്കാട് പ്രസിദ്ധമായിട്ടൊരു ബാണലിംഗം ഇരിക്കുന്ന സ്ഥലമുണ്ട്. എവിടെയാണ് എല്ലാവർക്കും പറയാം, കാശിയിൽ പാതി കൽപ്പാത്തിയിലിരിക്കുന്നത് ബാണലിംഗാണ്. ലക്ഷ്മി അമ്മാൾ എന്ന് പറഞ്ഞിട്ട് അമ്മാള് കൊടുന്നാണ് ഗംഗയിൽ നിന്നാണ്. ആ ബാണൻ പോയിട്ട് ഭഗവാനോട് അപേക്ഷിച്ചു, ഭഗവാനെ സാക്ഷാൽ കൃഷ്ണനും ബലരാമനും എനിക്ക് നേരെ യുദ്ധത്തിന് വരുന്നു, അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന്. ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാ, ഞാൻ നേരത്തെ പറഞ്ഞു. മഹാദേവന് വിഷ്ണു പറഞ്ഞാൽ ഹൃദയമാണ്. ശിവസ്യ ഹൃദയം വിഷ്ണു, വിഷ്ണുസ്യ ഹൃദയം ശിവ എന്നാണ് സ്കന്ദോപനിഷത്ത് പറയുന്നത്. അങ്ങനെയുള്ള കൃഷ്ണനോട് യുദ്ധം ചെയ്യുന്ന ശിവനെ നിങ്ങൾക്ക് ഭാഗവത്തിൽ കാണാം. ആർക്ക് വേണ്ടിയിട്ട്? സ്വന്തം ഭക്തന് വേണ്ടിയിട്ട്. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവന് പ്രാണനാണ്. തിരിച്ചും മഹാവിഷ്ണുവിന് ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണന്റെ പ്രാണൻ. ഈ കുട്ടികളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് പാടുന്നൊരു പാട്ടുണ്ടല്ലോ, പ്രാന്തകോവിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പാടുന്ന പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഞാൻ പല സ്ഥലത്തും കോട്ട് ചെയ്യാറുണ്ട്. ഈ ചന്ദ്രചൂട ശിവശങ്കര പാർവതി രമണ, കേട്ടില്ലേ ആ പാട്ട്? ആ പാട്ടിന്റെ ഒരു ഭാഗത്ത് പറയുന്ന വരികൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കൊരലരി ഭസ്മ രുദ്രാക്ഷ ധരിസിത പരമ വൈഷ്ണവനു നീനെ ഗരുഡ ഗമന നമ്മ പുരന്ധര വിട്ടലന പ്രാണപ്രിയനു നീനെ എന്നാണ്. എന്താ ഇതിന്റെ അർത്ഥം? കൊരലരി ഭസ്മ രുദ്രാക്ഷ ധരിസിത, കഴുത്തിൽ ഭസ്മം അണിഞ്ഞിട്ടുള്ളവനും രുദ്രാക്ഷം ധരിച്ചിട്ടുള്ളവനുമായിട്ടുള്ള പരമ വൈഷ്ണവനായിട്ടുള്ള ഭഗവാനെ. സാധാരണ വിഷ്ണുഭക്തർ എന്ത് ധരിക്കാറില്ല? രുദ്രാക്ഷം ധരിക്കാറില്ല, അവർ തുളസിമാല ധരിക്കാറുള്ളത്. വിഷ്ണുഭക്തർ എന്ത് ധരിക്കാറില്ല? ത്രിപുണ്ഡം ധരിക്കാറില്ല, അവർ ഗോപീചന്ദ്രനാണ് ധരിക്കാറുള്ളത്. എന്നാൽ ലോകത്ത് ഒരു വിഷ്ണുഭക്തൻ മാത്രം കഴുത്തിൽ രുദ്രാക്ഷം അണിഞ്ഞുകൊണ്ട് ശിരസിൽ ത്രിപുണ്ഡം ധരിച്ചുകൊണ്ട് സദാസമയവും ഭഗവാനെ ഭജിക്കുന്നു. അദ്ദേഹമാണ് പരമ വൈഷ്ണവൻ. ആരെക്കുറിച്ചും ഈ തൃപ്പാടകത്തിനെ കുറിച്ച്. ഗരുഡഗമന നമ്മ പുരന്ധര വിട്ടലന പ്രാണപ്രിയനു നീനയാണ്. ഗരുഡന്റെ പുറത്തേക്ക് സഞ്ചരിക്കുന്ന വിട്ടലനായിട്ടുള്ള ആ മഹാവിഷ്ണുവിന് പ്രാണപ്രിയനായിരിക്കുന്നു ഭഗവാനെ. അവിടെ നല്ലേ ശിവനോടാണ്. അങ്ങനെയുള്ള മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള കൃഷ്ണനോടാണ്
സാക്ഷാൽ മഹാദേവൻ തന്നെ യുദ്ധം ചെയ്തു. ബാണയുദ്ധം കൃഷ്ണാട്ടം നടക്കുന്ന സമയത്ത് മാനവേദൻ ഗംഭീരമായിട്ടുള്ളൊരു സ്തുതി എഴുതിയിട്ടുണ്ട്. ശങ്കരനാരായണ സ്തുതി എന്ന് പറയും കൃഷ്ണാട്ടത്തിൽ. നിങ്ങൾ കൃഷ്ണാട്ടം 8 കഥകളുണ്ടല്ലോ, ആ കഥകൾ ഒന്നും കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഗുരുവായൂർ പോണ സമയത്ത് എപ്പോഴെങ്കിലും രാത്രി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് അന്നത്തെ ദിവസം ബാണയുദ്ധാണെങ്കിൽ ദയവായിട്ട് അത് കാണാൻ സമയം കണ്ടെത്തുക. ഇനിയിപ്പൊ അത് കണ്ടെത്താനും സമയമില്ല എന്നുണ്ടെങ്കിൽ ആ ബാണയുദ്ധം നടക്കുന്ന സമയത്ത് ശങ്കരനാരായണ സ്തുതി വായിക്കുന്ന സമയത്ത് നമസ്കരിച്ചാൽ കൃഷ്ണാട്ടം മുഴുവൻ കഥകളും കണ്ടാൽ കാണാം. യുദ്ധം കഴിഞ്ഞിട്ട് ഭഗവാനും മഹാദേവനും കൂടെ കെട്ടിപ്പിടിക്കുന്ന രംഗണ്ടായിരുന്നു. വനവേദന എഴുതിയ സമയത്ത് 2 ജ്യോതിസുകൾ ഒന്നായി തീരുന്ന പോലെ കണ്ടു വന്നു. അകത്ത് മഹാശിവഭക്തനായിരുന്നു ഭഗവാൻ കൃഷ്ണൻ. അങ്ങനെ പറഞ്ഞത് പലപ്പോഴും കോട്ടിയാറുണ്ട് മഹാത്മാക്കൾ, ഞാൻ എനിക്ക് പോകുന്നില്ല. എന്തായാലും ഇവിടെ ഇരിക്കുന്ന ആ ഭഗവാൻ, അതിൽ തന്നെ നിങ്ങൾ വിശേഷമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇവിടെ നരസിംഹമൂർത്തി കൂടിയുള്ള സ്ഥലമാണ്. നരസിംഹമൂർത്തിയിൽ ആവേശിച്ചിരുന്നതും മഹാദേവനാണ് സങ്കല്പം. മഹാവിഷ്ണുവിന്റെ 2 അവതാരങ്ങളിൽ ശിവന്റെ അംശം വളരെ കൂടുതലാണ്. ഒന്ന് നരസിംഹം, ഒന്ന് സാക്ഷാൽ ശ്രീരാമസ്വാമി. അവൻ എല്ലാം കൊണ്ടും ഇത്രയധികം കേൾവി കേട്ട പ്രസിദ്ധി ആർജിച്ച ചൈതന്യവത്തായിട്ടുള്ള ഒരു ക്ഷേത്രം നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് ഭഗവാനെ ഒന്ന് ഉറക്കെ വിളിച്ചാൽ വീട്ടിൽ നിന്ന് കേൾക്കാവുന്ന ദൂരത്ത് ഉണ്ടാവുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ മഹത്വം മനസ്സിലാക്കി ആ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പരിശ്രമിച്ച് ആ ക്ഷേത്രത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഈ കലശം കഴിഞ്ഞാൽ എനിക്ക് ഈ പ്രഭാഷണത്തെ ഞാൻ നോക്കിക്കാണുന്ന എത്ര പേർ സകുടുംബം വന്ന് ഭഗവാനെ കാണുന്നതാണ്. കാരണം അദ്ദേഹം കുടുംബനാഥനായിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ ഒറ്റയ്ക്ക് കയറി വരുമ്പോൾ നമുക്ക് പരിചയമുള്ളതാണെന്ന് നമ്മൾ ചോദിക്കില്ലേ, എന്താ ഭാര്യയും കുട്ടികളൊന്നും കൊണ്ടുവന്നില്ലേ? മഹാദേവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ മക്കളെ അദ്ദേഹം അന്വേഷിക്കുക, എവിടെ എന്റെ ബാക്കി മക്കളത്. ഞാൻ എല്ലായിടത്തും പറയാനുള്ള ഒരു ഉദാഹരണമാണ്, ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇവിടുന്ന് നമ്മൾ ഗുരുവായൂർ പോകുമ്പോ എങ്ങനെ പോവാം? അച്ഛൻ, അമ്മ, കുട്ടികള്, മുത്തശ്ശി, മുത്തശ്ശൻ, ആരൊക്കെ വണ്ടിയിലുണ്ടോ അവരെയൊക്കെ എടുത്ത് ഒന്നോളൂ. മൂകാംബയ്ക്ക് പോകുമ്പോ വകയിലുള്ള അമ്മായിയോട് ഞങ്ങളെ മൂകാംബയ്ക്ക്. ശബരിമലയ്ക്ക് പിന്നെ അങ്ങനെ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഫാമിലിയായിട്ട് പോകാത്തത്. സ്വന്തം നാട്ടിലെ അമ്പലത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ സകുടുംബം വരാത്തത്? എന്തിനാണ് ഭാര്യയ്ക്കൊരു സമയം, ഭർത്താവിനൊരു സമയം, കുട്ടികൾക്ക് വേറൊരു സമയം? സകുടുംബമല്ലേ സ്വന്തം നാട്ടിലെ അമ്പലത്തിലും വരേണ്ടത്? സ്വയം നമ്മളൊരു ആത്മപരിശോധന നടത്തി നോക്കൂ. നമ്മൾ വീട്ടിലുള്ള എല്ലാവരും കൂടെ വന്ന് തൃപ്പാടുകൾ തൊഴിലിട്ട് എത്ര നാളായി? എല്ലാവരും ഒരുമിച്ച്. നിങ്ങൾക്ക് ഗുരുവായൂർ പോയി ചിലപ്പോൾ ഓർക്കാൻ പറ്റും, തൃപ്പാടുകൾ വന്ന് ചിലപ്പോൾ ഓർക്കാൻ പറ്റില്ല. മൂകാംബിക പോയത് ഓർക്കാൻ പറ്റും, ഇവിടെ വന്ന് ഓർക്കാൻ പറ്റില്ല. കാരണം ഇവിടെ നമുക്ക് അങ്ങനെ പോയാലും ഭഗവാൻ സന്തോഷിക്കുന്ന ഒരു ധാരണ ഉണ്ട്. തീർച്ചയായിട്ടും ആ ധാരണ തെറ്റൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ ചെയ്താൽ ഭഗവാൻ കൂടുതൽ സന്തോഷിക്കും. പ്രത്യേകിച്ച് ചെറിയ സാധനങ്ങളെയൊക്കെ അവരെയാണല്ലോ നമ്മളിത് നോക്കിക്കാണുന്നത്. എനിക്ക് പലപ്പോഴും വിഷമമുണ്ടായിരുന്നത് ഭാഗവതത്തെയും ഗുരുവായൂരപ്പനെയും മഹാദേവനെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന അമ്മമാരെന്നെ ആ കാര്യത്തിൽ കുറച്ച് പുറകിലേക്കായിട്ടുള്ള ഭാവം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിന് മുമ്പത്തെ വർഷം ഞാൻ ജീവിതത്തിൽ മറക്കില്ല ആ ഒരു വേദി. പാലക്കാട് ഒരു അമ്പലത്തില് പ്രഭാഷണം മഹാനവമി ദിവസം നടക്കുകയാണ്. പ്രഭാഷണത്തിന് മുമ്പായിട്ട് വിദ്യാഗോപാല മന്ത്രാർച്ചനയുണ്ട്. ഞാൻ എന്റെ സകല പ്രഭാഷണങ്ങളും കേട്ട് എന്നെ നിരന്തരം കോൺടാക്ട് ചെയ്യുന്നൊരു ചേച്ചി, ഏതൊരു സപ്താഹത്തിനോ പ്രഭാഷണങ്ങളൊക്കെ ഞാൻ പോവാണെങ്കിൽ മറ്റാചാര്യന്മാരുടെ അപ്പോഴും ആ ചേച്ചി ഒരു ബുക്കും എന്നൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. ആഴ്ചയ്ക്ക് ഗുരുവായൂരപ്പനെ പോയി കാണുന്ന ചേച്ചി നാരായണീയം വരച്ച് കലക്കി. ഞാൻ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് പോയ സമയത്ത് അമ്പലത്തിൽ ചെന്ന സമയത്ത് ഉണ്ടായ അവസ്ഥ എന്ന് പറയുന്നത് ഒരു 12 മുത്തശ്ശിമാരും ഒരു 8-10 ചേച്ചിമാരും ഇരുന്ന് പൂജിക്കുകയാണ്. ഓ അച്യുതായ നമഃ, അനന്തായ നമഃ, കേശവായ നമഃ. അപ്പൊ ഞാൻ അവിടെ ആൾക്കാർ ചോദിച്ചു, സർവൈശ്വര്യ വിളക്ക് പൂജയാണോ? അല്ല, ഇതാണ് വിദ്യാഗോപാല മന്ത്രാർച്ചന പറഞ്ഞത്. അപ്പൊ ഞാൻ കുറച്ച് കുട്ടികളൊന്നുമില്ല ഇവിടെ. ഇപ്പൊ എങ്ങനെയാ നോക്കുമ്പോ ഒത്തടുത്ത് ഈ ചേച്ചി ഇന്ന് പൂജിക്കുന്നുണ്ട്. ഓ അച്യുതായ നമഃ, അനന്തായ നമഃ. പൂജ കഴിഞ്ഞിട്ട് ചേച്ചി വന്നാൽ വ്യാസം വന്നിരുന്നു, എപ്പോഴാ വന്നേന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ സുഖവിവരങ്ങൾ ചോദിക്കുന്നതിനിടയിൽ എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു ആ കുട്ടിക്ക് എന്തെങ്കിലും വയ്യാതുള്ള അവസ്ഥ അല്ലാണ്ട് ഈ ചേച്ചി കൊണ്ടുവരാതിരിക്കില്ല. ഞാൻ ചോദിച്ചു, മോൻ എന്ത് പറ്റി, സുഖമില്ലേന്ന് അങ്ങനെ ചോദിച്ചു. ചേച്ചി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ആകെ കിട്ടുന്ന അവധി ദിവസം എല്ലാം ഉറങ്ങിക്കോട്ടെ. ഉറക്കി ഏത് അവസ്ഥയിലായിട്ടുണ്ട് ഇപ്പോ നമ്മൾ സ്വയം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്.
ഉറക്കം വേണം തീർച്ചയായിട്ടും, പക്ഷെ പറയുമ്പോ മഹാനവമി ദിവസമാണ്. അതുകൊണ്ട് ഞാൻ പറയുമ്പോ ഈ ഉപാസനയും സാധനവും ഇല്ലാത്ത ആൾക്കാരെ പിന്നെയും വേണമെന്ന്. അത് നിഷ്കളങ്കായിട്ടെങ്കിലും ചെയ്യുമല്ലോ. ഉള്ളതുപോലെ പറയും. പണ്ടൊരമ്മ 99 വയസ്സായ മുത്തശ്ശിന്റെ സപ്താഹത്തിന്റെ സമയത്തൊരു പ്രഭാഷണം കേൾക്കാൻ വന്നിട്ട് മുത്തശ്ശിയോട് ഞാൻ പോയിട്ട് പറഞ്ഞിട്ടുണ്ട്, മുത്തശ്ശി 90ാമത്തെ വയസ്സിൽ പ്രഭാഷണം കേൾക്കാൻ വന്നപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. ആ മുത്തശ്ശി പറഞ്ഞു, എല്ലാ ദിവസവും ഞാൻ ഈ സമയത്ത് ഇവിടെ വരാറുണ്ട്, ഈ സമയത്ത് എന്റെ വീട്ടിൽ കൊതുവാണ്. ഇവിടെ ഒന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഉള്ളതുപോലെ പറയുന്നുണ്ടല്ലോ മിനിമം. അല്ലാണ്ട് നിന്റെ വാഗ്ധോരണയിൽ ഞാൻ മുഴുകി കുട്ടി ഇതൊന്നും പറഞ്ഞില്ലല്ലോ. നിഷ്കളങ്കായിട്ട് പറഞ്ഞു. ആ നിഷ്കളങ്ക ഭക്തി മതി മഹാദേവനെന്നാണ്. അതുകൊണ്ടാണ് കണ്ണപ്പൻ ചവിട്ടിയപ്പോഴും തുപ്പിയപ്പോഴും പന്നിമാംസം നേരിച്ചപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നത് ഭക്തി കൊണ്ട്. മഹാദേവൻ മോനെ, നിന്നെപ്പോലൊരു ഭക്തനെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കണ്ണു തന്നതുകൊണ്ട് നീ കണ്ണപ്പൻ. എത്ര ആളുകൾ ചിദംബരത്ത് നമ്മൾ പോകുന്ന സമയത്ത് സാക്ഷാൽ നന്ദനാണ്. എത്ര ആള് മഹാദേവന്റെ ഭക്തർ നമ്മുടെ ഇടയിൽ തന്നെ എത്രയോ ആള് അല്ലെ. ഭഗവാനെ മാത്രം മതി എന്ന് കരുതി എപ്പോഴും പഞ്ചാക്ഷരം മാത്രം നാക്കിൽ വരുന്ന എത്രയോ മഹാത്മാക്കൾ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. എന്റെ പ്രായത്തിന്റെ അത്ര 1,00,000 തവണ പഞ്ചാക്ഷരം ജപിച്ച ആൾക്കാർ നിങ്ങളുടെ ഇടയിലുണ്ടാവും. എത്രയോ ആളുകൾ. അവരെയൊക്കെ അനുഗ്രഹിക്കാനായിരിക്കാം ഖരമഹർഷി ഇവിടെ ഇങ്ങനെ ഒരു മഹത്തായിട്ടുള്ള ക്ഷേത്രം നമുക്ക് ഉണ്ടാക്കി തന്നത്. ആ പാരമ്പര്യത്തെ നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. ഞാൻ നന്നായിട്ട് ഭഗവാനെ നോക്കുന്നുണ്ടെന്നുള്ളത് ഒരിക്കലും എക്സ്ക്യൂസ് അല്ല. ഞാനും എന്റെ കുടുംബവും എന്റെ അടുത്ത തലമുറയും ഭഗവാനെ നന്നായി നോക്കുന്നുണ്ട് എന്നുള്ളതാണ് ഭഗവാൻ കേൾക്കാൻ താല്പര്യപ്പെടുന്നത്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ധർമ്മ സംസ്ഥാപനം എന്നുള്ളത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. നമ്മൾ ശിവനാണെങ്കിൽ നമുക്കും അത് ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ സംഹരിക്കേണ്ടത് നമുക്കിടയിൽ തന്നെയുള്ള ഏറ്റവും മോശം ചിന്തകളെയാണ്. അതായത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഭഗവാന്റെ തൃശ്ശൂലം എന്ന് പറയുന്നത് പുതിയ തലമുറയാണ്. അതിന്റെ മൂർച്ച കൂട്ടി വയ്ക്കുക. ആ മൂർച്ച കൂട്ടാൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല മന്ത്രവും ഞാൻ പറഞ്ഞു, സാക്ഷാൽ പഞ്ചാക്ഷരം. പല കുട്ടികളും ഉണ്ട്, നമശിവായ അല്ലെങ്കിൽ ഓം നമശിവായ, ശിവായ, അത്രയും മതി എന്നാണ്. അജാനുവിന്റെ കഥയിൽ പറയുന്നുണ്ടല്ലോ, നാരായണ ജപിച്ചപ്പോ വിഷ്ണുദന്മാര് വന്നു. അതുപോലെ തന്നെ ആ കഥയുടെ വേറെ വേഷനാണ്. നിങ്ങൾ നോക്കൂ, ഇതൊക്കെ എത്ര സിമിലർ ആണ്. മരിക്കാൻ നേരത്ത് നാരായണ എന്ന് ജപിച്ച സമയത്ത് വിഷ്ണുദൂതന്മാര് വന്ന് കാലനെ ദൂതന്മാരെ തടുത്തു. ഭാഗവതത്തില് മരിക്കാൻ നേരത്ത് കാലവാശം കഴുത്തിൽ വീണപ്പോ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു മാർക്കണ്ഡേയൻ. ഒരു ഭാഗത്ത് വിഷ്ണു, ഒരു ഭാഗത്ത് ശിവൻ. രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ട് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതേ ഉള്ളൂ. ഒരു ഭാഗത്ത് പാർവതി ദേവിയെ പരീക്ഷിച്ച് വിവാഹം കഴിക്കുന്ന മഹാദേവൻ, മറ്റൊരു ഭാഗത്ത് രുക്മിണി ദേവിയെ പരീക്ഷിച്ച് വിവാഹം കഴിക്കുന്നത് കൃഷ്ണൻ. എല്ലാത്തിലും സാമ്യമാണ്. അങ്ങനെയുള്ള ആ രണ്ട് ചൈതന്യങ്ങളാണ്. ബ്രഹ്മാവിന് വിശേഷിച്ച അമ്പലങ്ങൾ കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ സൃഷ്ടികർത്താവായുള്ള ബ്രഹ്മാവിന്റെ സ്ഥാനം നമുക്ക് കാണാം. ഇവിടെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഇവിടെ തന്നെ. അത് അവിടെ മാത്രമല്ല, നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിൽ നടക്കേണ്ടത് നല്ല സൃഷ്ടികളാണ്. ആ നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിലനിൽക്കണം. നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചീത്ത ചിന്തകൾ സംഹരിക്കപ്പെടുകയും വേണം. ഇത് മൂന്നും നടക്കേണ്ടത് ഇവിടെ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനം നല്ല ചിന്തകൾ സൃഷ്ടിക്കാനും നല്ല ചിന്തകൾ നിലനിൽക്കാനും ചീത്ത ചിന്തകൾ സംഹരിക്കപ്പെടണം ആദ്യം. അത് ചെയ്യുന്നവരാണ് അവൻ, ശിവൻ. അല്ലാതെ നിക്കട അവിടെ എന്ന് പറഞ്ഞ് ഓടുന്ന ആളല്ല. അദ്ദേഹത്തിന്റെ ആ കരുണയെ നമസ്കരിക്കാൻ ഒരുപാടുള്ള ആളുകളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഭഗവാൻ അനുഗ്രഹം പൂർണ്ണതോതിൽ കിട്ടണമെങ്കിൽ ഒരിക്കലും ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ശിവൻ പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതായിട്ട് എല്ലാ മഹാത്മാക്കളും പറയാറുണ്ട്. ഈവൻ നിങ്ങൾ പഞ്ചാക്ഷരം പോലും ജപിച്ചില്ലെങ്കിൽ പോട്ടെ, കോംപ്രമൈസ് ചെയ്യാം. നിരന്തരം കഠിനമായിട്ട് അധ്വാനിക്കുക. അധ്വാനം ചെയ്യുന്ന ജോലി എന്തോ, ധർമ്മം എന്തോ, അതിൽ കഠിനമായിട്ട് അധ്വാനിക്കുക. അധ്വാനിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കും. കാരണം പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ അധ്വാനം ചെയ്യുന്ന ആൾ അദ്ദേഹം. സൃഷ്ടി നടന്ന ഒരാണും പെണ്ണും വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം വരും. സ്ഥിതിക്ക് ഒരു കാലപരിധിയുണ്ട്. സംഹാരമാണ് ഏറ്റവും കഠിനമായുള്ള ക്രിയ. അത് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ കഠിനമായിട്ട് അധ്വാനിക്കുന്നവരെ ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ്. ഭഗവാൻ മനസ്സ് നിറഞ്ഞ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അധ്വാനിക്കുന്നവർക്കാണ്. നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഞാൻ തരാം. ചന്ദ്രഹാസം എന്ന് പറയുന്ന വാള്, ഖഡ്ഗം,
അത് രാവണന് ഭഗവാൻ കൊടുക്കുന്നത് രാവണൻ ഇടയ്ക്കിടയ്ക്ക് ഭഗവാനെ കാണാൻ വരുമ്പോ ആ രാവണ കുറച്ചു ദിവസമായി ഞാനൊരു സാധനം എടുത്തു വെച്ചിട്ട് കൊണ്ടേക്കൊന്നുണ്ടല്ലോ. കൈലാസം എടുത്ത് പൊക്കിയപ്പോഴാണ് അപ്പൊ എടുത്തു കൊടുത്തത് ചന്ദ്രഹാസം. കൈവശോ പാശുപതം എന്ന് പറയുന്ന അസ്ത്രം അർജുനന് ഭഗവാൻ കിരാതമൂർത്തിയായിട്ട് വന്നു കൊടുത്തത് തപസ്സിന്റെ അവസാനം. അർജുന ഞാൻ പ്രസാദിച്ചു ദാ, അങ്ങനെയില്ല. ഭഗവാൻ അർജുനുമായിട്ട് യുദ്ധം ചെയ്യുന്നു. അർജുനന്റെ വീരരക്തത്തോട് നടക്കുന്നു. അർജുനന്റെ അഹന്ത ഇല്ലാണ്ടാക്കുന്നു. അധ്വാനിച്ചപ്പോഴാ കൊടുക്കും. ശിവൻ അധ്വാനിച്ചപ്പോഴേ എല്ലാവർക്കും എന്തെങ്കിലും കൊടുക്കുന്നു. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഉണ്ടായിരുന്നു പഞ്ചാക്ഷര ശിവശിവ എന്ന് പറഞ്ഞു നന്നായി അധ്വാനിക്കുക. എന്തിനു വേണ്ടി അധ്വാനിക്കുക? അവരവന്റെ സ്വന്തം ധർമ്മത്തിന് വേണ്ടി അധ്വാനിക്കുക. ആ ധർമ്മത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. ആ ധർമ്മത്തെയാണ് ഭഗവാൻ വാഹനമാക്കി വെച്ചിരിക്കുന്നത്. അതാണ് നന്ദി. കാള എപ്പോഴും ധർമ്മത്തിന്റെ പ്രതീകമാണ്. ഭാഗവത്തിലുണ്ട്, പരീക്ഷിത് മഹാരാജാവ് സഞ്ചരിക്കുന്ന സമയത്ത് കാലൊടിഞ്ഞ ഒരു കാളയെ കാണും. ആ കാള പറയും ഞാൻ കാളയല്ല, ഞാൻ ധർമ്മമാണ്. അതിന്റെ 3 കാലൊടിക്കുണ്ടാവും, ഒരു കാലിലാവും നിൽക്കുണ്ടാവും. കാള എപ്പോഴും ധർമ്മത്തിന്റെ പ്രതീകമാണ്. ആ ധർമ്മത്തിന്റെ മുകളിലാണ് മഹാരാജ ഇരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ധർമ്മമൂർത്തിയായിട്ട് കണ്ടുകൊണ്ട് നമ്മുടെ ധർമ്മം നമ്മൾ പരമാവധി ഭഗവാനുള്ള സമർപ്പണമായിട്ട് ചെയ്തുകൊണ്ട് ഭഗവാനെ ആരാധിക്കുക. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, സർവം നാരായണായേതി സമർപ്പയാമി. ആ ഭാവത്തിൽ ആ നാരായണൻ തന്നെയാണ് മഹാദേവൻ എന്നുള്ള ഭാവത്തിൽ സമർപ്പിക്കുക. രണ്ടുപേരും തമ്മിൽ ഭേദഭാവം ഇല്ല എന്നുള്ള ചിന്ത എപ്പോഴും കൊണ്ടുവരും. നിങ്ങളുടെ ഇടയിൽ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരൊക്കെ എപ്പോഴും നമസ്കരിക്കുന്ന ഒരാളാണ് പാണിനി മഹർഷി. പാണിയല്ല, യോഗയുടെ ഉപജ്ഞാതാവാരാ? പതഞ്ജലി. പതഞ്ജലി മഹർഷിയുടെ അവതാരം എങ്ങനെ ഉണ്ടാവുന്നത് ഓർത്തു നോക്കൂ. ഭഗവാൻ കൈലാസത്തിൽ ആനന്ദ താണ്ഡവം നടത്തുന്ന സമയത്ത് മഹാവിഷ്ണു യോഗനിദ്രയിൽ കിടന്ന് ആനന്ദിക്കുക അത്രേ. അനന്ത സദാസമയവും ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന അനന്തന് തോന്നിത്രേ ഇദ്ദേഹം എന്ത് കണ്ടിട്ടാണ് ഈ പരമമായിട്ടുള്ള ആനന്ദത്തെ അനുഭവിക്കുന്നത്. ഭഗവാൻ ഉണർന്ന സമയത്ത് വിഷ്ണുവിനോട് ചോദിച്ചു, ഭഗവാനെ അങ്ങ് ഇത്രയും നേരം ഇതുവരെ ഞാൻ കാണാത്തൊരു ആനന്ദാവസ്ഥ അനുഭവിക്കുന്നത് കണ്ടു, അതെന്തായിരുന്നു? ഞാൻ മഹാദേവന്റെ താണ്ഡവം കാണരുന്ന് പറഞ്ഞു. അനന്തൻ ചോദിച്ചു, എനിക്ക് കൂടെ കാണാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും, പോയി ജനിച്ചിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ അനന്തൻ വന്ന് ജനിച്ചതാണ് പറഞ്ഞിരിക്കുന്നത്. സദാസമയവും മഹാദേവനെ നമസ്കരിക്കുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. എപ്പോഴും കൈകൂപ്പി നമസ്കരിക്കുക. അതുകൊണ്ട് അദ്ദേഹത്തെ പതഞ്ജലി വിളിക്കുന്നു. അത് പുറത്തുള്ള ഒരാളല്ല, നമ്മുടെ ഒക്കെ ഉള്ളിൽ ഒരു പതഞ്ജലി ഉണ്ട്. പാണിനി ഈ ഭാഷ നമുക്ക് തന്നിട്ടുള്ള മഹാത്മാവ്. നോക്കൂ, എവിടേക്കാണ് ശിവനെ നമുക്ക് കാണാൻ സാധിക്കാതിരിക്കുക? ശിവൻ അല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസവും അന്നമാടെ പറഞ്ഞിരുന്നു, ഭഗവാന്റെ പ്രസിദ്ധമായിട്ടുള്ള വിശ്വരൂപ ധ്യാനമുണ്ട്. പീഠം യസ്യ ധരിത്രീ ജലതരകലശം ലിംഗം ആകാശമൂർത്തി എന്ന് പറയുന്നത് സർവ്വതിനുമുള്ള ശിവനാണ് എന്നുള്ള സങ്കല്പം. ഈ ഓരോ മണ്ണിലുള്ള ആ തൃപ്പാടൂരപ്പനെ നമസ്കരിക്കുന്നു. ഇത്രയും സമയം നിങ്ങളുടെയൊക്കെ വിലയേറിയ സമയത്തിൽ നിന്ന് മാറ്റിവെച്ച് മഹാദേവന്റെ അടുത്ത് ഇത്ര നേരം നമ്മൾ ഇരുന്നു, ഭഗവാനെ കുറിച്ച് സംസാരിച്ചു. 2 ദിവസം മുമ്പായിരുന്നു പ്രദോഷം, എങ്കിൽ പോലും ഈ ഒരു പ്രദോഷ സമയത്ത് ശിവനെ ആരാധിക്കാൻ ഏറ്റവും പറ്റിയ സമയമാണ് സന്ധ്യാസമയം. ആ സമയത്ത് ഈ പ്രഭാഷണമൊക്കെ എങ്ങനെയായിരുന്നു എന്നൊന്നും ഞാൻ വിലയിരുത്തുന്നില്ല. പക്ഷെ ഈ പ്രഭാഷണം നടത്തുന്ന സമയത്ത് പലപ്പോഴായി, എത്ര തവണ ഞാൻ എണ്ണിയില്ല, പലപ്പോഴായി ഞാൻ ശിവ 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 എന്ന് എത്രയോ തവണ പറഞ്ഞു. അത് മാത്രമാണ് ഈ പ്രഭാഷണത്തിന്റെ ഒരു മഹത്വം. നിങ്ങളും എത്രയോ തവണ നമശിവായ എന്നും ശിവ എന്നുള്ള 2 അക്ഷരവും കേട്ടു. അത് മാത്രമാണ് ഈ പ്രഭാഷണത്തിന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കുന്നു. ആ മഹാക്ഷരമായിരിക്കുന്ന ഭഗവാനെ, ആ പഞ്ചാക്ഷരത്തിലേക്കുള്ള ഭഗവാനെ, ആ വില്ലുവത്രപ്രിയനായിട്ടുള്ള ഭഗവാനെ, ആ ഭസ്മധാരിണിയായിട്ടുള്ള ഭഗവാനെ, ആ ചന്ദ്രശേഖരനായിട്ടുള്ള തൃപ്പാടൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ പ്രഭാഷണത്തെ ശ്രീ ഗുരുവായൂരപ്പന്റെയും പ്രഭാഷണത്തിന്റെ മുഴുവൻ കലകളുടെയും നാഥനായിട്ടുള്ള മഹാദേവന്റെയും തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഇത്രയും നേരം ഇവിടെ ഇരുന്ന് നിങ്ങൾ ഓരോരുത്തരെയും നമസ്കരിച്ചുകൊണ്ട് ഈ പ്രഭാഷണത്തിൽ നിന്ന് ഉപസംഹരിക്കുന്നു. നാരായണൻ. ഇവിടേക്ക് Good.